147 സങ്കീർത്തനത്തിനകത്ത് വചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നൊരു വാക്യം ഞാൻ ഇവിടെ വന്നിരുന്നതിന് ശേഷം നോക്കി സ്തോത്രം എൻ്റെ മനസ്സിൽ സംഗ്രഹിക്കുകയായിരുന്നു. ആ വാക്യം 147 സങ്കീർത്തനത്തിൻ്റെ 18 വാക്യമാണ്. ആ വാക്യം ഇങ്ങനെ പറയുന്നത്: ദൈവം തൻ്റെ വചനമയച്ച് അവയെ ഉരുക്കുന്നു, കാറ്റടിപ്പിച്ച് വെള്ളത്തെ ഒഴുക്കുന്നു. സ്തോത്രം. എന്നോടെ ഞാൻ ആവർത്തിക്കാം. വചനത്തെ കൊണ്ട് ദൈവം ചെയ്യുന്നൊരു കാര്യമാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് വായിക്കാൻ വേണ്ടി സ്തോത്രം ഒരു പുസ്തകം എഴുതി കയ്യിൽ തന്നെന്നല്ല. വചനം സ്തോത്രം ഈ പുസ്തകത്തിനപ്പുറം ഇതിനകത്തൊരു മർമ്മമുണ്ട്. ഇതിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന കഥാപാത്രങ്ങളെക്കാൾ സംഭവങ്ങളെക്കാൾ ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നതാണെന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ആ വക മാർമിക നിലവാരത്തിലെ ഭാഗം ചിന്തിക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നു, നമുക്ക് വായിക്കാനൊരു പുസ്തകം എഴുതി തന്നിട്ട് കൈയൊടിഞ്ഞില്ല ദൈവം. ഇന്നും തിരുവചനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം തൻ്റെ വചനം അയച്ച് അവയെ ഉരുക്കുന്നു, കാറ്റടിപ്പിച്ച് വെള്ളത്തെ ഒഴുക്കിക്കളഞ്ഞു. അതൊരു ഹിസ്റ്റോറിക്കലായിരിക്കുന്ന വാക്യമാണ്, വ്യാഖ്യാനം ആവശ്യമുള്ളതാണ്. സ്തോത്രം. പക്ഷേ അത് വ്യാഖ്യാനിച്ച് നിൽക്കാനുള്ള സന്ദർഭം ഇന്ന് രാത്രിയില്ല, സമയത്തിൻ്റെ പരിമിതിയുണ്ട്. അതുകൊണ്ട് സുവിശേഷ സന്ദേശത്തിലേക്ക് പ്രവേശിക്കണം. എങ്കിലും ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ നിങ്ങൾക്കൊരു ആകാംക്ഷ മനസ്സിനകത്തുണ്ടെങ്കിൽ ആ കാര്യത്തെക്കുറിച്ചൊരു വാക്ക് പറയാം. ആ വാക്യത്തിൽ സ്തോത്രം പ്രവർത്തിക്കുന്നത് ദൈവമാണ്. അത് അവൻ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മറ്റാരെ ഉദ്ദേശിച്ചുകൊണ്ടല്ല, സർവശക്തനായ ദൈവമാണ്. ദൈവം എന്താ ചെയ്യുന്നത്? ദൈവം തൻ്റെ വചനം അയക്കുന്നു. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? സ്തോത്രം. ദൈവം തൻ്റെ വചനം അയക്കുന്നു, എന്നിട്ട് അവയെ ഉരുക്കുന്നു. അവയെ എന്ന് പറയുന്നത് എന്തിനെയാണെന്നൊരു ചോദ്യം അതിനകത്ത് വരും. വെറുതെ വായിക്കുന്നവർക്ക് തോന്നിയല്ല, കർത്തൃദാസന്മാർക്കും ദൈവമക്കൾക്കും വേദപുസ്തകത്തെ ഒരു പഠന വിഷയമായി കാണുന്നവർക്ക് വായിക്കുമ്പോൾ അതിനകത്തുനിന്ന് ചോദ്യങ്ങൾ ഉരുത്തിരിയും. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അവയെ ദൈവം ഉരുക്കുന്നു. സ്തോത്രം. ഏതിനെയാണെന്ന് പറയുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു ഉറപ്പുണ്ടാകാൻ വേണ്ടി ഒരിക്കൽ കൂടി പറയാം, വചനത്തിന് ചിലതിനെ ഉരുക്കാനുള്ള ശക്തിയുണ്ട്. സ്തോത്രം. അതിന് വ്യാഖ്യാനം വേണ്ടല്ലോ, അതിനി ആരുടെ ഒത്താശ വേണ്ടല്ലോ. ഇന്ന് രാത്രി നാം തോളോട് ചേർത്ത് വെച്ച് വിശ്വസിക്കുന്ന, കയ്യിലേന്തുന്ന തിരുവചനം സാക്ഷീകരിക്കുന്നു. സ്തോത്രം. വചനം ചിലതിനെ ഉരുക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഒരു സുവിശേഷ യോഗം നടക്കുമ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ആരുടെയെങ്കിലും ചരിത്രമല്ല, ആരുടെയെങ്കിലും കഥയല്ല, ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം ഇന്ന് രാത്രി ചില വിഷയങ്ങളെ ഉരുക്കാനിടയാകണം. എന്തിനെയൊക്കെയാണെന്ന് ഇന്ന് രാത്രി 9 മണി കഴിയുമ്പോഴേക്കും വിശ്വസിക്കുന്ന ജനത്തിന് വേണ്ടി ചില വിഷയങ്ങൾ സ്തോത്രം മെഴുകു ഉരുകി ഒലിച്ചു പോകുന്നത് പോലെ കുടുംബത്തിൽ നിന്നോ ജീവിതത്തിൽ നിന്നോ ജീവിത ഭാരങ്ങളുടെ നടുവിൽ നിന്നോ തലമുറയിൽ നിന്നോ ശരീരത്തിൽ നിന്നോ ചില വിഷയങ്ങളെ നാം കേൾക്കാൻ പോകുന്ന ദൈവത്തിന്റെ വചനത്തിന് കഴിയുമെന്ന് കർത്തൃദാസന്മാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് ചിലതിനെ ഉരുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ തയ്യാറാകണം. അതിന്ന് രാത്രി ഇവിടെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ സന്തോഷത്തോടെ പ്രാർത്ഥിക്കണം. കർത്താവേ സ്തോത്രം, ചില കാര്യങ്ങൾ ഇന്ന് രാത്രിക്കാലം ഉരുകുക എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു തീയുടെ ശക്തി വേണമല്ലോ. വചനം തീയാണെന്ന് വേറെ തെളിച്ചു പറഞ്ഞിരിക്കുന്ന വാക്കുകളുണ്ട്. ഈ രാത്രിക്കാലം ആ തീയായി വചനം വെളിപ്പെടുന്ന രാത്രിയായിരിക്കണം. തിരുവെഴുത്തിൽ നിന്നൊരു വാക്യം അഭിഷേകത്തോടെ പറഞ്ഞ് ജനത്തിൻ്റെ നടുവിൽ ശുശ്രൂഷിക്കാൻ തുടങ്ങുമ്പോൾ തീ കൊണ്ട് ഉരുകുന്നത് പോലെ ഇന്ന് രാത്രി ചില വിഷയങ്ങൾ ഉരുകാനിടയാകണം. ഒരു പ്ലാസ്റ്റിക് കടലാസ് തീയുടെ അടുക്കിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ അത് ഉരുകി ചുരുണ്ട് പുറകോട്ട് മാറുന്നത് കണ്ടിട്ടുണ്ടോ? മുമ്പോട്ട് ഒരിക്കലും ചാടി വീഴത്തില്ല, പുറകോട്ട് ചുരുണ്ടു പോകുന്നത് കണ്ടിട്ടുണ്ടോ? അതുപോലെ ഇന്ന് രാത്രിക്കാലം ചില വിഷയങ്ങൾ പുറകോട്ട് ചുരുണ്ട് മാറുന്ന രാത്രിയാക്കി മാറ്റാൻ ദൈവ വചനത്തിന്റെ അധികാരം കൊണ്ട് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തോത്രം. ഹല്ലേലൂയ. എന്നോട് ചേർന്നല്ല, ദൈവ വചനത്തോട് ചേർന്ന് നിൽക്കാൻ മനസ്സുള്ളവരാണെങ്കിൽ അവർ ശക്തിയോടെ എങ്ങനെ നിങ്ങൾക്കതിന് ബഹുമാനം കൊടുത്ത് സ്തോത്രം ചെയ്യാമോ അതുപോലെ സ്തോത്രം ചെയ്താട്ടെ. ദൈവവചനം സ്തോത്രം അതിൻ്റെ വിവിധ തലത്തിലെ പ്രവൃത്തികളിൽ ഒന്നാണ് ദൈവം വചനമായ ചുരുക്കുന്നു എന്ന്. സ്തോത്രം. ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ ചിലത് ഉരുകണം. വിശ്വസിക്കാമെങ്കിൽ സംഭവിക്കും. തിരുവചനത്തിൻ്റെ സത്യം നമുക്ക് ഫലിക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഇത് വിശ്വസിക്കാൻ തയ്യാറാകണം. ഇതാർക്ക് ഫലിച്ചു എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടി ഉള്ളൂ, വിശ്വസിച്ചവർക്ക് ഫലിച്ചു.
അല്ലാത്തവരെല്ലാം കേട്ടുകൊണ്ട് പോയി, ചിലത് എഴുതിക്കൊണ്ട് പോയി, ചിലത് കേട്ടിട്ട് കമൻറ്റുകൾ പറഞ്ഞു, ചിലത് വിമർശിച്ചു. പക്ഷേ തിരുവെഴുത്തിൽ ഒരു സത്യം തെളിഞ്ഞു വരുമ്പോൾ അത് വിശ്വസിച്ചവർക്ക് ഫലിക്കാനിടയായി. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ഉദരത്തിനകത്തോ ശരീരത്തിനകത്തോ കിടക്കുന്ന അനാവശ്യമായ ജീവനെ വരെ ബാധിക്കുന്ന വിഷയങ്ങളെ ഉരുക്കാൻ കഴിവുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ഭാവിയെ തടയുന്ന, തലമുറകളെ ബന്ധിക്കുന്ന, മുന്നേറ്റങ്ങളെ തടയുന്ന, ശുശ്രൂഷകളെ ഫ്രീസാക്കുന്ന ഏത് വിഷയമാണെങ്കിലും അതിനെ ഉരുക്കിക്കളയാൻ കരുത്തുള്ള ദൈവത്തിൻ്റെ വചനത്തെ മനസ്സോടെ സ്വീകരിച്ച ദൈവമക്കൾ മനസ്സോടെ സ്വീകരിച്ച് ഇന്ന് രാത്രി പന്തലിന് കീഴെ ആളില്ലെങ്കിൽ ഈ കാലഘട്ടത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതൊരു മീഡിയയുടെ കാലഘട്ടമാണ്. യോഗം നടത്തുന്നത് കലയപുരങ്കാരാണെങ്കിലും ചിലപ്പോൾ അങ്ങകലെ ദൂരെ കൈലി ഉടുത്തുകൊണ്ടിരിക്കുന്നവൻ വിടുതലുമായി പോകും. അത് പോകട്ടെ. പക്ഷെ ഇന്ന് രാത്രി ഇവിടെ കുളിച്ചൊരുങ്ങി വന്നവർ, സ്വോത്രകാഴ്ചയിട്ട് ആരാധനയിൽ പങ്കെടുക്കുന്നവർ, അവർക്കൊന്നും ലഭിക്കാതെ പോയെന്ന് വരരുത്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൂരത്തിരിക്കുന്നവർക്കും ചാരത്തിരിക്കുന്നവർക്കും ഒരുപോലെ ചില കാര്യങ്ങൾ ഫലിക്കേണ്ടതിന് വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഞാൻ ആ വാക്യം വ്യാഖ്യാനിച്ചില്ല. സ്തോത്രം. തൽമൂദിൽ അങ്ങനെയാണ്, ഹീബ്രുവിൽ അങ്ങനെയാണ്, ഗ്രീക്കിൽ ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞില്ല. മലയാളത്തിൽ എഴുതിയിരിക്കുന്നതിൻ്റെ വാക്യം ചൂണ്ടിക്കാണിച്ചോളൂ. ദൈവം ചെയ്യുന്നൊരു പരിപാടിയാണ്, ഉപദേശിമാർ ചെയ്യുന്നതല്ല, പ്രവാചകർ ചെയ്യുന്നതല്ല. അവിടെ വായിക്കാൻ അറിയാവുന്നവർക്ക് വ്യക്തമായി എഴുതിയിരിക്കുന്നു, ദൈവമാണത് ചെയ്യുന്നത്. ദൈവം തൻ്റെ വചനമായി ചവയെ ഉരുക്കുന്നു. അതൊരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ഉരുക്കിയെന്നല്ല, ഉരുക്കുന്നു എന്ന് പറഞ്ഞാൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. അങ്ങനെയുള്ള വാക്യങ്ങൾ വേദപുസ്തക വ്യാഖ്യാന ശാസ്ത്രം എന്ന് പറയുന്നതൊന്ന് നമ്മളെക്കാൾ അറിവുള്ള ആളുകൾ വളരെ കൂലങ്കുക്ഷമായി പരിശോധിച്ചിട്ട് ബൈബിളിലെ കാര്യങ്ങൾ ഇങ്ങനെയേ വ്യാഖ്യാനിക്കാവൂ, എങ്കിലേ അതിൻ്റെ റിയാലിറ്റി പുറത്തു വരികയുള്ളൂ എന്ന് പറഞ്ഞ് ബോധിപ്പിക്കുന്ന വേദശാസ്ത്രിമാർ, അറിവുള്ളവർ, വേദജ്ഞാനികൾ, അവരെഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ബൈബിളിലെ ടെൻസുകൾ നോക്കണം. സ്തോത്രം. ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയുന്നതെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞതല്ല, 2025 സംഭവിക്കുമെന്ന് വിശ്വസിക്കണം. സ്തോത്രം. അതുകൊണ്ട് ഈ പണി ദൈവം നിർത്തിയിട്ടില്ല. ഏത് പണി? വചനമയച്ച് ചില വിഷയങ്ങളെ ഉരുക്കുന്ന പരിപാടി സർവശക്തൻ നിർത്തിയിട്ടില്ല. പഴയ നിയമത്തിലാണ് അത് എഴുതിയിരിക്കുന്നതെങ്കിലും ഇന്നും ദൈവം അത് ചെയ്യുകയാണ്. അതിന്ന് രാത്രി ഇവിടെ നടക്കും. എന്താണെന്നും കൂടി ഒരു വാക്ക്, അത്രയും ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് വിശ്വസ്തത കാണിക്കണമല്ലോ. അതുകൊണ്ട് എന്താണെന്ന് അറിയണമെങ്കിൽ തൊട്ട് മുകളിലെ വാക്കോടെ നമ്മൾ ചേർത്ത് വായിക്കണം. മുകളിൽ 16-ാമത്തെ 17-ാമത്തെ വാക്യം, അവൻ പഞ്ഞി പോലെ, അവനെന്ന് ഉദ്ദേശിക്കുന്നത് ദൈവം തന്നെയാട്ടോ. ദൈവം പഞ്ഞി പോലെ മഞ്ഞ് പെയ്യിക്കുന്നു, ചാരം പോലെ നീഹാരം വിതറുന്നു, അവൻ നീർക്കട്ട കഷ്ണം കഷ്ണമായി എറിയുന്നു, അവന്റെ കുളിർ സഹിച്ചു നിൽക്കുന്നവൻ ആര്? എന്നിട്ടാ പറയുന്നത് ദൈവം തന്റെ വചനം അയച്ച അവയെ, ഏവയെ. ഈ മോളി പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങൾ, മഞ്ഞ്, നീഹാരം, നീർക്കട്ട. സ്തോത്രം. ഈ 3 കാര്യങ്ങൾ, മഞ്ഞ്, നീഹാരം, നീർക്കട്ട. എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്. സ്തോത്രം. വെള്ളം ഘനീഭവിച്ചാൽ, തണുത്തുറഞ്ഞാൽ ഉണ്ടാകുന്ന 3 ഫോമുകളാണ്. സ്തോത്രം. മഞ്ഞ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സീസണാണ്. ഇച്ചിരി നേരത്തെ എഴുന്നേക്കുവാണെങ്കിൽ കാണാം മഞ്ഞ്. സ്തോത്രം. അതിനെ തൊടാൻ പറ്റിയല്ല, പക്ഷെ അനുഭവിക്കാൻ പറ്റും. കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് മഞ്ഞുള്ളപ്പോൾ വെളുപ്പിന് പുറത്തിറങ്ങി നിന്നാൽ മിക്കവാറും നാളെ പ്രസംഗം നടക്കുകയില്ല. മൂക്ക് കുടച്ച് ചിലപ്പോൾ തൊണ്ണയടക്കും. കാരണം കാണാൻ പറ്റിയല്ല, പിടിക്കാനൊന്നും പറ്റിയല്ല, പക്ഷെ അത് എഫക്റ്റ് ചെയ്യും. സ്തോത്ര. ഹല്ലേലൂയ. മഞ്ഞ്. നീഹാരം എന്ന് പറയുന്നത് കുറച്ചുകൂടെ കട്ടിയുള്ളതാണ്. നമ്മുടെ പണ്ടത്തെ ഫ്രീസറിനകത്തൊക്കെ, ഫ്രിഡ്ജിനകത്തൊക്കെ കണ്ടിട്ടുണ്ടാകും, പഞ്ചസാര തരി പോലെ ഇങ്ങനെ വെളുത്തിരിക്കുന്ന. സ്തോത്രം. നല്ല തൊടുമ്പോഴേക്കും അത് വെള്ളമായി പോകും. അതാ നീഹാരം. അപ്പോൾ മഞ്ഞിനേക്കാൾ കുറച്ചുകൂടെ കട്ടിയുള്ള ഫോമാണ് നീഹാരം. തൊടാം, പക്ഷേ തൊടുമ്പോഴേക്കും അത് സ്വതന്ത്രം വെള്ളമാണ്. അതിനേക്കാൾ കട്ടിയുള്ള ഫോമാണ് നീർക്കട്ട എന്ന് പറയുന്നത്, ഐസ് ക്യൂബ്. സ്വതന്ത്രം. ഫ്രീസറിനകത്ത് വെള്ളം വെച്ചാൽ ഐസ് കട്ട ഉണ്ടാകും. അത് എന്താ ഇങ്ങനെ പറയുന്നത്? സ്വതന്ത്രം. LKG പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ ബൈബിളിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന മഞ്ഞും നീകാരവും നീർക്കട്ടയെല്ലാം ദൈവം തമ്പുരാൻ വചനം അയച്ചു. ഇവിടെ വചനം മതിലേത് എഴുതി വെച്ചും സ്വതന്ത്രം ടീഷർട്ട് പ്രിൻ്റ് ചെയ്തും കൊണ്ട് കിടക്കുമ്പോൾ ദൈവം തമ്പുരാൻ വചനം കൊണ്ട് മഞ്ഞും നീകാരവും കളയാനാണ്. അതിനാണ് വൈകുന്നേരം മഞ്ഞും കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള വാക്കുകൾ വ്യാഖ്യാനിക്കപ്പെടണം. ബൈബിളിൽ സ്തോത്രം 5 വിധത്തിലാണ് വാക്യങ്ങൾ കിടക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞു നിന്നാൽ ഒന്നും എത്തത്തില്ലെന്നറിയാം. എൻ്റെ ഒരു പ്രശ്നം പറഞ്ഞു തുടങ്ങുമ്പോൾ ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടിത് മുഴുവൻ പറയാനുള്ളൊരു ആവേശം ഉണ്ടാവും. സ്തോത്രം. നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ അത് മുഴുവൻ പറഞ്ഞിട്ട് പോകാൻ തോന്നുകയും ചെയ്യും. സ്തോത്രം. അതുകൊണ്ട്
ഇതെല്ലാം പറയാനുള്ള സാവകാശമില്ല, എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ദൈവദാസന്മാരും ദൈവമക്കളൊക്കെയുള്ള സദസ്സല്ലേ. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് 5 വകുപ്പുകളിലാണ്. ബൈബിളിൽ വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ചില വാക്യങ്ങൾ ഹിസ്റ്റോറിക്കലാണ്, ചരിത്രപരമാണ്. സ്തോത്രം. ആ രീതിയിൽ വായിച്ചാൽ മതി. ചില വാക്യങ്ങൾ പ്രൊഫറ്റിക്കലാണ്, പ്രവചന ധ്വനിയുള്ളതാണ് ബൈബിളിൽ. അപ്പോൾ അതിന് പ്രാവചനികമാണ്. അതിന് ചിലപ്പോൾ നമുക്ക് പ്രവചന വാക്കായിട്ട് എഴുതിയിരിക്കുന്ന, പ്രവചന രീതിയിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ നാടൻ ഭാഷയിലേക്ക് തിരുത്തേണ്ടി വരും. അതിനാണ് വ്യാഖ്യാനവും പൊരുൾതിരിക്കലൊക്കെ ആവശ്യമായി വരുന്നത്. സ്തോത്രം. ചില വാക്യങ്ങൾ സ്പിരിച്വലാണ്, ആത്മീകപരമായിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അത് ആത്മീകപരമായിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെയും കർത്തൃദാസന്മാർ സഭായോഗങ്ങളിലും മീറ്റിങ്ങുകളിലും നമുക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം. ആത്മീകമായിട്ട് എഴുതിയിരിക്കുന്ന ചിലത്. സ്തോത്രം. ഹല്ലേലൂയ. ചിലത് ലിറ്ററൽ മീനിങ് ആണ്, അക്ഷരീക അർത്ഥമാണ്. അതിനകത്ത് ഒന്നും ചേർക്കണ്ട, വെള്ളം ചേർക്കണ്ട, വ്യാഖ്യാനം വേണ്ട, ഒന്നും ചേർക്കണ്ട. അക്ഷരീക അർത്ഥമാണ്, ലിറ്ററൽ മീനിങ്. സ്തോത്രം. ഹല്ലേലൂയ. മേലാകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്ക് കീഴെ കാണുന്ന ഒന്നിൻ്റെയും സദൃശ്യമോ രൂപമോ ഉണ്ടാക്കരുത്, അതിനെ നമസ്കരിക്കരുത് എന്ന് പറഞ്ഞ പിന്നെ വ്യാഖ്യാനം വേണ്ട, ലിറ്ററൽ മീനിങ് ആണ്. ഒരു സാധനവും ആരാധനയുടെ പേരിൽ ഉണ്ടാക്കാൻ പാടില്ല. സ്തോത്രം. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ വ്യാഖ്യാനിക്കുക, അതിന് വിഗ്രഹം അല്ലല്ലോ, അത് വെറും ഒരു ഓർമ്മയ്ക്കല്ലേ എന്നൊക്കെ പറയുന്നത് വളച്ചു കെട്ടി വ്യാഖ്യാനിക്കുക. അത് ലിറ്ററൽ മീനിങ്ങിന് എടുക്കുന്നത്. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കില്ല എന്നൊരു വാക്യം കണ്ടാൽ അതിനെ സ്തോത്രം വ്യാഖ്യാനിക്കേണ്ട, ലിറ്ററൽ മീനിങ് ആണ്. കള്ളടിച്ചാൽ സ്വർഗത്തിൽ പോയില്ല. അതിനകത്ത് സ്തോത്രം ഇംഗ്ലീഷുകാർ ചായ കുടിക്കുന്നില്ലേ, ചായക്കകത്ത് വീര്യമില്ലേ, കാപ്പിക്കകത്ത് ലഹരിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് സ്തോത്രം ഇച്ചിരി കുടിക്കാൻ വേണ്ടി പറയുന്നതാണ്. അത് വെറുതെ വളച്ചു കെട്ടി വ്യാഖ്യാനിക്കുന്ന, അതിനൊക്കെ ലിറ്ററൽ മീനിങ് ആണ്. അക്ഷരീകമായി എടുത്താൽ മതി, അതിനെ വ്യാഖ്യാനിക്കണ്ട. സ്തോത്രം. എന്നാൽ മറ്റൊരു വകുപ്പുണ്ട്, അത് സിംബോളിക്കാണ്. സ്തോത്രം. സിംബോളിക്കാണ്. സിംബോളിക് ആലങ്കാരികമാണ്. 5 വകുപ്പുകൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്തോത്രം ശ്രദ്ധിച്ചോന്നറിയില്ല. 5 വകുപ്പുകളിലാണ് ബൈബിളിലെ വാക്യങ്ങൾ കിടക്കുന്നത്. 66 പുസ്തകങ്ങളിലെ 31,173 വാക്യങ്ങൾ കിടക്കുന്നത് 5 വകുപ്പിലാണ്. എല്ലാം പ്രവചനമല്ല, എല്ലാം ഹിസ്റ്ററി അല്ല, എല്ലാം ലിറ്ററൽ അല്ല, എല്ലാം സ്പിരിച്വൽ അല്ല, എല്ലാം പ്രോഫറ്റിക്കൽ അല്ല. സ്തോത്രം. എല്ലാം സിംബോളിക്കും അല്ല. 5 വകുപ്പിലാണ് കിടക്കുന്നത്. ഒരു വാക്യം വായിക്കുമ്പോൾ ആദ്യം ഇത് ഏത് വകുപ്പിലാണെന്ന് നോക്കണം. ഞാൻ ബൈബിൾ ക്ലാസ് എടുക്കുകയല്ല, കൺവെൻഷനെ പ്രസംഗിക്കാൻ വന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ആ കാര്യത്തിലേക്ക് കയറിയത് കൊണ്ട് പറയുക. അപ്പോൾ ഒരു കാര്യം എടുക്കുമ്പോൾ ഇത് ഏതിലാണ്? ഇത് ഈ വാക്യം സിംബോളിക്കാണോ, ഈ വാക്യം പ്രോഫറ്റിക്കലാണോ, ഈ വാക്യം ലിറ്ററലാണോ? സ്തോത്രം എന്ന് നോക്കിയിട്ടേ ഇതിനെ അരിഞ്ഞ് നുറുക്കി കണ്ടിച്ച് സ്തോത്രം കാര്യങ്ങൾ പാകമാക്കാവുള്ളൂ. ഇപ്പം ഈ പറയപ്പെട്ടിരിക്കുന്നത് ഏത്? ഏറ്റവും കൂടുതൽ സിംബോളിക്കാണ് കിടക്കുന്നത്. ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നു സ്തോത്രം ചാരം പോലെ നീഹാരം, പഞ്ഞി പോലെ മഞ്ഞ്, സ്തോത്രം നീർക്കട്ട എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് സിംബോളിക്കാണ്, ആലങ്കാരികമാണ്. ആലങ്കാരികമായി പറഞ്ഞിരിക്കുന്നത് സ്തോത്രം അത് പ്രാർത്ഥനാമുറിയിലെ വെളിപ്പെടുകയുള്ളൂ. എൻ്റെ കാരണം എന്താ? തമ്പുരാന്റെ തിരുഹൃദയത്തിനകത്ത് എന്തോ ഉദ്ദേശിച്ചോണ്ടാ പറഞ്ഞത്. സ്തോത്രം. ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതിയ ആളാണ് ഇത് എഴുതിയിരിക്കുന്നതെങ്കിലും വേദപുസ്തകത്തിലെ സകല വാക്കുകളും ദൈവനിശ്വാസ്യമാണ്, ദൈവാത്മ പ്രേരണയിൽ എഴുതിയതാണ്. ദൈവത്തെക്കുറിച്ച് അറിയാവുന്ന ഒരു മനുഷ്യൻ പറയുന്നു, ദൈവം കയ്യും കെട്ടിയിരിക്കുകയല്ല, ദൈവം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അവൻ തന്റെ വചനമയച്ച് ഈ പറയപ്പെടുന്ന ചാരം പോലത്തെ നീഹാരത്തെയും മഞ്ഞ് പോലത്തെ എന്താ പറയാ, ചാരം പോലത്തെ നീഹാരത്തെയും നീർക്കട്ടെയും പഞ്ഞി പോലത്തെ മഞ്ഞിനെയും അവൻ ഉരുക്കി കളയുന്നു. എങ്ങനെ ഉരുക്കുന്നു? തീ പിടിപ്പിച്ചല്ല, കരിയില കൂട്ടിന് കത്തിച്ചല്ല, തന്റെ വചനമയച്ച്. ഇതിനൊരു കാലാന്തരത്തിൻ്റെ സ്തോത്രം വ്യവസ്ഥയുണ്ട്. മോളി പറഞ്ഞിരിക്കുന്ന നീഹാരം, മഞ്ഞ്, നീർക്കട്ട, അത് കഴിഞ്ഞ് ദൈവം അയച്ച വചനം, അത് കഴിഞ്ഞ് ദൈവം അയച്ച കാറ്റ്. ഇത് 3 കാലഘട്ടങ്ങളെയാണ് ആത്മീകവൽക്കരിച്ച് ചിത്രീകരിക്കുന്നത്. പിശാചും കൂട്ടരും അല്ല അയച്ചത്. ദൈവം അയച്ച മഞ്ഞ്, ദൈവം അയച്ച നീഹാരം, ദൈവം അയച്ച നീർക്കട്ട. സ്തോത്രം. അതിൻ്റെ കുളിര് സഹിച്ച് നിൽക്കാൻ ആർക്കും കഴിഞ്ഞില്ല. സ്തോത്രം. ആ സമയത്താണ് ദൈവം തൻ്റെ വചനം അയച്ചിട്ട് മനുഷ്യന് സഹിച്ച് നിൽക്കാൻ പറ്റാതിരുന്ന ആ മനുഷ്യനെ ഫ്രീസാക്കി കളഞ്ഞ, അവനെ സ്തോത്രം ഹല്ലേലൂയ ഒതുക്കിക്കളഞ്ഞ, അവനെ ഫ്രീസാക്കി കളഞ്ഞ ആ മഞ്ഞിനെ സ്വർഗസ്ഥനായ ദൈവം തൻ്റെ വചനമയ ചുരുക്കിയത്. സ്തോത്രം ഹല്ലേലൂയ. അത് ഉരുകി ഉണ്ടായ വെള്ളം അവിടെ തളം കെട്ടി കിടന്നാൽ വീണ്ടും അത് മഞ്ഞായി മാറി വീണ്ടും ഘനീഭവിച്ച് നീർക്കട്ടയാകാതിരിപ്പാൻ ഉരുകിയ വെള്ളത്തെ തൊട്ടുപുറകെ കാറ്റയച്ച് സ്വർഗം തമ്പുരാൻ ഒഴുക്കി കളഞ്ഞു. കുറച്ചുകൂടെ ചിത്രം തെളിഞ്ഞു വരുന്നുണ്ടോ? ഒരു സഭായോഗത്തിന്റെ സങ്കീർത്തന ശുശ്രൂഷ പോലെ ആയിപ്പോയി ആമുഖം. എന്നാലും വേണ്ടില്ല, ആരെ ഉദ്ദേശിച്ചോണ്ടാ ദൈവം പറയുന്നത്?
സ്വർഗം ഇന്ന് രാത്രികാലം ആ വാക്യത്തിൻ്റെ ആലങ്കാരികത മാറ്റി പൊരുൾ പറയാം. സ്തോത്രം, ഹല്ലേലൂയ. ആദ്യം വായിച്ച 16-17 വാക്യങ്ങൾ പഴയ നിയമത്തിൻ്റെ ന്യായപ്രമാണത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ദൈവം തമ്പുരാൻ ആദ്യം അയച്ചു കൊടുത്ത, മാനവരാശിക്ക് വേണ്ടി അയച്ചു കൊടുത്ത ന്യായപ്രമാണം. സ്തോത്രം, ഹല്ലേലൂയ. അത് മനുഷ്യന് മഞ്ഞും നീഹാരവും നീർക്കട്ട പോലെ അവനെ അതിൻ്റെ കുളിര് സഹിച്ച് നിൽക്കാൻ പറ്റാത്ത നിലവാരത്തിൽ, അതുകൊണ്ട് ആർക്കും പ്രയോജനമില്ലാതെ, ഒരു ജഡവും അതുകൊണ്ട് രക്ഷപ്പെടാതെ, ന്യായപ്രമാണ പ്രകാരം ആരും നീതീകരിക്കപ്പെടാതെ മനുഷ്യനെ ഫ്രീസാക്കി നിർത്തിയപ്പോഴാണ് ദൈവം തന്നെ വചനം അയച്ചത്. അതെന്താ ഉദ്ദേശിച്ചത്? വചനം ജഡമായി ഇവിടെ വന്ന് പഴയ നിയമം എന്ന ന്യായപ്രമാണത്തെ ഉരുക്കിയത് നമ്മൾ ആരാധിക്കുന്ന കർത്താവായ യേശു വചനമായവൻ ജഡമെടുത്ത് വന്നു. അപ്പൊ ആ മനുഷ്യന് സഹിക്കാൻ വയ്യാതിരുന്ന, മനുഷ്യനെ ചെയ്തു തീർക്കാൻ പറ്റാതിരുന്ന കർമ്മമാർഗത്തെ അവൻ ഇവിടെ വന്നിട്ട് ഉരുക്കി, അതിനെ വേറൊരു ഭാഷ പറഞ്ഞ നിവർത്തിച്ചു. യേശു ഇവിടെ വന്ന പ്രമാണത്തെ, ആ വ്യവസ്ഥയെ, അന്നത്തെ സ്വതന്ത്രം, അന്ന് വരെ നിലവിലുണ്ടായിരുന്ന ആരാധന, ആചാര്യന്മാർ, യാഗങ്ങൾ, കർമ്മങ്ങൾ തുടങ്ങിയ എല്ലാം തൻ്റെ കാൽവരി യാഗത്താൽ ഉരുക്കിക്കളഞ്ഞു. അങ്ങനെ ഉരുകി വന്നപ്പോൾ തൊട്ടുപുറകെ ഒരു കാറ്റ് വന്നതല്ല, ദൈവം കാറ്റടിപ്പിച്ചു. ആ കാറ്റ് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നതാണ്. യേശു ക്രിസ്തു ഇവിടെ വന്ന് ഉരുക്കിയ വിഷയങ്ങളെ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് വന്ന് വീണ്ടും അവിടെ കിടന്ന്, സ്തോത്രം, നീ ഫ്രീസ് ആകാതിരിക്കാൻ, അത് വീണ്ടും അവിടെ കിടന്ന് മഞ്ഞാകാതിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവാകുന്ന കാറ്റ് അതിനെ ഒഴുക്കിക്കളഞ്ഞു. ഇന്ന് രാത്രി ഈ ഭാഗം ഇവിടെ വായിച്ചത് എന്തിനാണെന്നറിയാമോ? സ്വർഗം ഇന്ന് രാത്രി അത് ചെയ്യാനിടയാകണം. അന്ന് ന്യായപ്രമാണമാണെങ്കിൽ ഇന്ന് രാത്രിക്കാലം വിദ്യാഭ്യാസം ഉണ്ടായിട്ടു നിന്നെ പുറത്തു വിടാത്ത നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ, സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കേണ്ട കുടുംബമാണെങ്കിലും ഇന്ന് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു, ഇന്നതൊക്കെ ഞങ്ങൾ യൂട്യൂബിൽ കണ്ടു എന്ന് പറഞ്ഞു മരവിച്ചു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഇന്ന് രാത്രി വന്നിട്ടുണ്ടെങ്കിൽ, യേശു ക്രിസ്തു എന്ന ദൈവത്തിന്റെ വചനം ജഡമായി തീർന്നവൻ ഇന്ന് രാത്രി ചില തെറ്റിദ്ധാരണകളെ ഉരുക്കട്ടെ, ചില സംശയങ്ങളെ ഉരുക്കട്ടെ. ലോകം പ്രചരിപ്പിക്കുന്ന ദൈവസഭയ്ക്കും സുവിശേഷത്തിനും ദൈവരാജ്യത്തിനും എതിരെ, ദൈവത്തിനും ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾക്കും പരിശുദ്ധാത്മാവിനുമൊക്കെ എതിരെ വ്യാപരിക്കുന്ന സകല വ്യാപാരങ്ങളെയും ഇന്ന് രാത്രി ഉരുക്കാൻ കഴിവുള്ള സത്യവചനത്തിന്റെ തീയ ഈ വേദിയിൽ നിന്ന് വിശ്വസിക്കുന്നവരിലേക്ക്, ഈ ദേശത്തേക്ക് വ്യാപരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് ആത്മബലത്തോടെ ഇന്ന് രാത്രി പറ. ഇന്നിവിടെ സംഭവിക്കേണ്ടത് 5 പോയിന്റുള്ള ഒരു പ്രസംഗമല്ല. ചില വിഷയങ്ങളെ ഉരുക്കിയിട്ട് ആശീർവാദം പറയാവൂ കർത്താവേ. ആ ഉരുകുന്നതിന് പരിശുദ്ധാത്മാവിന്റെ കാറ്റ് ഈ പന്തലിന് കീഴ് വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് രാത്രി വ്യാപരിക്കാൻ തുടങ്ങട്ടെ. ആ കാറ്റടിച്ച് ചിലതിനെ ഒഴുക്കി കളയട്ടെ. രോഗങ്ങൾ, രോഗാത്മശക്തികൾ, നിരാശ ഉളവാക്കുന്ന പ്രശ്നങ്ങൾ ഇന്ന് രാത്രിക്കാലം മരുന്ന് കൂടാതെ ഉരുകട്ടെ യേശുവിന്റെ നാമത്തിൽ. ചില ബന്ധങ്ങൾ പോലും മുറിഞ്ഞു പോയത്, ചില പിണക്കങ്ങൾ ഡിസംബർ മാസം തീരുന്നതിനേക്കാൾ മുമ്പ് പുതിയൊരു വർഷത്തിലേക്ക് കയറുമ്പോഴേക്ക് അകാരണമായി കൈപ്പായി വന്നിരിക്കുന്ന വിഷയങ്ങൾ ഇന്ന് രാത്രിക്കാലം യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കാമെങ്കിൽ ഈ രാത്രി സ്വർഗം അതിനുള്ള ദൂതുമായി നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരും. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലമാണ് യേശുവിനെ ഉയർത്തുന്ന സ്ഥലം, സുവിശേഷ യോഗം നടക്കുന്ന സ്ഥലം. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ, കഴിഞ്ഞൊരു വർഷം എനിക്ക് അധികം ഒന്നും ചെയ്യാൻ പറ്റിയില്ലപ്പാ, ആഗ്രഹിച്ചാണ് തുടങ്ങിയത്, എവിടെയൊക്കെയോ ഫ്രീസ് ആയി പോയി, എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, ആരോഗ്യമില്ലാത്തത് കൊണ്ടല്ല, ശുശ്രൂഷ ഇല്ലാത്തത് കൊണ്ടല്ല, പ്രതീക്ഷിച്ചതുപോലെ ശോഭിക്കാൻ പറ്റിയില്ല, എന്നാൽ ഇന്ന് രാത്രി ഇങ്ങനെ ഒരു സമയം കിട്ടിയത് കൊണ്ട് ചില കാര്യങ്ങളെ ഉരുക്കിക്കളഞ്ഞ് അതിനെ ഒഴുക്കിക്കളഞ്ഞ് ദൈവത്തിന്റെ ഒരു വിടുതൽ അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, പാപം അതിന്റെ ശക്തിയെല്ലാം ഇന്ന് രാത്രി ഉരുകട്ടെ, വചനം കൊണ്ട് ഉരുകട്ടെ. യേശുവിന്റെ നാമത്തിൽ മുറുകെ പറ്റുന്ന പാപങ്ങൾ, രഹസ്യ പാപങ്ങൾ, ദൈവരാജ്യത്തിൽ നിന്ന് അകറ്റുന്ന വിഷയങ്ങൾ, അന്യനാക്കി തീർക്കുന്ന വിഷയങ്ങൾ, രോഗിയാക്കുന്ന വിഷയങ്ങൾ എല്ലാം ദൈവരാജ്യത്തിൽ നിന്ന് പതുക്കെ അകറ്റിക്കൊണ്ട് പോകുന്ന സകല നിരാശയുടെ വ്യാപാരങ്ങൾ, പ്രാർത്ഥിക്കാനിരുന്നാൽ പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ നിന്നെ ഒതുക്കി കളയുന്ന ഈ മഞ്ഞും നീഹാരവും നീർക്കട്ടയും എല്ലാം ഇന്ന് രാത്രി ജീവിതത്തിൽ ഉരുകണമെന്ന് ആഗ്രഹിക്കുന്നവരെ കണ്ടിട്ട് വേണം സ്വർഗത്തിന് ഇന്ന് രാത്രി പ്രസംഗിക്കാൻ.
രക്തത്താലെ ജയം. ഹല്ലേലൂയ. കണ്ണുകൾ അടയ്ക്കാൻ നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് തിരുവചനത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാ കണ്ണുമടച്ച ദൈവത്തോടൊരു വാക്ക് പറഞ്ഞാട്ടെ. അസാധാരണ കഴിവ് തന്നാണ് ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടോ? സ്തോത്രം. അങ്ങനെയൊന്നുമില്ല, ഇതുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, ഞാൻ തിളച്ചാണ് ഇതുവരെ വന്നതെന്നും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അല്പനേരം ഒതുങ്ങിയിരുന്നു. നിങ്ങൾക്കുള്ള ദൂത് പുറകെ വരും. അതല്ല, പ്രതീക്ഷിച്ചതുപോലൊന്നും പ്രാർത്ഥിച്ചതിന് തക്കവണ്ണം ഒന്നും ഉയരാൻ പറ്റിയില്ല. ഉപവസിച്ചതിന് തക്കവണ്ണം എനിക്ക് പുറത്തു വരാൻ പറ്റിയില്ല. എന്നെ വിളിച്ച വിളിക്ക് തക്കവണ്ണം എനിക്ക് ശോഭിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ഭാരം ഇന്ന് രാത്രി നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ വിഷയത്തിൽ ഇന്ന് രാത്രി ഉരുക്കണം. പ്രായം നോക്കണ്ട, ഒരവസരം കൂടി ദൈവം തരണം. സ്വർഗം അത് ഉരുക്കിയിട്ട് ആ വെള്ളം അവിടെ കിടക്കരുത്. യോഗം കഴിയുമ്പോൾ പിന്നെയും അത് കനീഭവിച്ച് സ്തോത്രം ഒതുക്കിക്കളയരുത്. അതിന്ന് രാത്രി ചില വിഷയങ്ങൾ ഒഴുകിപ്പോണം. അത് സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുള്ള ദൂത് ദൈവം തരട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ യോഗത്തിൻ്റെ രണ്ടാമത്തെ രാത്രി എന്തിവിടെ സംഭവിക്കുമെന്നുള്ളത് ഞങ്ങളുടെ അടിയുറച്ച് വിശ്വസിക്കുന്നു. അതിവിടെ സംഭവിച്ച് നിറവേറാൻ പോകുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രി ആശീർവാദത്തിന് മുമ്പ് അങ്ങയുടെ ശക്തിയുള്ള വചനമയച്ച് ചില സങ്കടമുള്ള വ്യക്തികൾക്ക് വേണ്ടി കർത്താവ് ചിലത് ഉരുക്കാൻ തുടങ്ങും. യേശുവേ, അതിനകത്ത് നിന്ന് പൊന്നുപോലെ ക്ലാവ് പിടിച്ച പലത് ഉരുകി മാറുമ്പോൾ അതിനകത്ത് നിന്ന് ഒറിജിനൽ പുറത്തു വരും. ഇന്നത് ചെയ്യണമേ കർത്താവേ. മഴ പെയ്യുമ്പോൾ മണ്ണൊലിച്ചു പോയിട്ട് പാറ തെളിഞ്ഞു വരുന്നത് പോലെ സത്യം ഇന്ന് രാത്രി തെളിഞ്ഞു വരട്ടെ. അതിനെ മൂടിയിട്ടിരിക്കുന്നതെല്ലാം ഉരുകി മാറട്ടെ. ദൈവം അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. സങ്കീർത്തന ഭാഗത്തു നിന്ന് തന്നെ ഒരു ലളിതമായ ചിന്തയാണ് പറഞ്ഞു തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. സങ്കീർത്തന ഭാഗത്തു നിന്നാണ് വായിക്കുന്നതെങ്കിലും സുവിശേഷ കേന്ദ്രീകരിച്ചാണ് സ്തോത്രം ആ ചിന്ത നിങ്ങളുടെ അടുക്കൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ കാര്യം നിങ്ങളെ ബോധിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു വാക്യം അതാണ് എന്ന ചിന്ത കൊണ്ടാണ് സങ്കീർത്തനത്തിൽ നിന്ന് ആ വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നത്. 119 സങ്കീർത്തനത്തിൻ്റെ 132 വാക്യം ഇന്ന് രാത്രി വായിച്ചു കേൾപ്പിക്കും. 119 സങ്കീർത്തനം 132 വാക്യം. തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്നത് പോലെ, തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്കായി ചെയ്യുന്നത് പോലെ നീ എങ്കലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപ ചെയ്യണമേ. മതി. സ്തോത്രം. ആ വാക്യത്തിന്റെ ആദ്യ ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: തിരുനാമത്തെ സ്നേഹിക്കുന്നവരോട് ചെയ്യുന്നത് പോലെ. തിരുനാമത്തെ സ്നേഹിക്കുന്നവരോട് ചെയ്യുന്നത് ഒരു സാധാരണക്കാരൻ്റെ പ്രാർത്ഥനയാണ്. വലിയ അഭിഷിക്തൻ്റെയോ വലിയ സ്തോത്രം ഒരു ശക്തിയേറിയ ശുശ്രൂഷകൻ്റെയോ അല്ലെങ്കിൽ ഭയങ്കരമായിരിക്കുന്ന സ്വപ്നങ്ങളും ദർശനങ്ങളുമായി വെള്ളം കുടിക്കാതെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ പ്രാർത്ഥനയല്ല. നമുക്ക് പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ അറിയാലോ അതിൻ്റെ ഡെപ്ത് എത്രയാണ്. ഒരു സാധാരണക്കാരൻ്റെ പ്രാർത്ഥനയാണ് ഈ വാക്ക്. 119 സങ്കീർത്തനം ദാവീദാണ് എഴുതിയതെന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. ഈ സങ്കീർത്തനത്തിനകത്ത് ദാവീദിൻ്റെ ഈ 119 സങ്കീർത്തനത്തിനകത്ത് ദാവീദിൻ്റെ 72 പ്രാർത്ഥനയുണ്ട്. 72 പ്രാർത്ഥന. സ്തോത്രം. കൊച്ചു കൊച്ചു പ്രാർത്ഥനയാണ്. കൊച്ചു കൊച്ചു പ്രാർത്ഥനകളിൽ അഗ്രഗണ്യനാണ് ദാവീദ്. സ്തോത്രം. എൻ്റെ നീണ്ട പ്രാർത്ഥന വിരിച്ചിരുന്ന് 3 ദിവസത്തേക്ക് മാറ്റിവെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമുക്ക് കാണാം. പക്ഷേ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്ന കൊച്ചു കൊച്ചു പ്രാർത്ഥനകളുണ്ട്. സ്തോത്രം. ഹൃദയത്തിൻ്റെ തുടിപ്പാണത്. അങ്ങനെ 72 പ്രാർത്ഥനകൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു സങ്കീർത്തനമാണ് 119 സങ്കീർത്തനം. സ്തോത്രം. ആ വാക്യങ്ങൾ അഥവാ പ്രാർത്ഥനകൾ മാത്രം എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നിങ്ങൾ വായിച്ച് ശ്രദ്ധിക്കുന്നത് വളരെ അനുഗ്രഹമായിരിക്കും. കാരണം സ്തോത്രം, ഈ പ്രാർത്ഥനയെല്ലാം ജീവിക്കാൻ കൊതിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. ഈ പ്രാർത്ഥനയെല്ലാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഉള്ളത് കൊണ്ട് തൃപ്തിയല്ലാതെ കുറച്ചുകൂടെ വെട്ടിപ്പിടിച്ചിട്ട് അടുത്ത ലെവലിലേക്ക് കയറാൻ വേണ്ടി ഒരു സൂപ്പർ നാച്ചുറലായി മാറാൻ വേണ്ടിയിട്ട് സ്തോത്രം ഇരുന്ന് പോരാടി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ അല്ല, ജീവിക്കാൻ കൊതിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന. രാത്രി ഞാൻ ആ വാക്യത്തിൽ നിന്ന് തുടങ്ങാം. ജീവിക്കാൻ, പിടിച്ചു നിൽക്കാൻ, മാന്യമായി ജീവിക്കാൻ അങ്ങനെ കൊതിക്കുന്ന ആരെങ്കിലും
ഈ പന്തലിന് കീഴെയോ പരിസരത്തോ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളൊരു 9 മണി വരെ അശ്രദ്ധരാകരുത്. വഴിയോരത്താണ് നിൽക്കുന്നതെങ്കിൽ വീട്ടിൽ പോകരുത്. കാരണം ഈ പറയപ്പെട്ടിരിക്കുന്ന പുസ്തകത്തിനകത്ത് ജീവിക്കാൻ കൊതിക്കുന്നവനെ സഹായിക്കുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ജീവിക്കാൻ കൊതിക്കുന്ന, ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടും പലവിധ കാരണങ്ങളാലും പൈശാചിക ശക്തികളാലും മനസ്സറിയാത്ത വിഷയങ്ങൾ വേട്ടയാടി ജീവിതത്തിനകത്ത് നിരാശ വന്ന് കുടുംബത്തിനകത്ത് പ്രതിസന്ധികൾ നേരിട്ട് എന്തിനാ ജീവിക്കുന്നതെന്ന് കൂടെ കൂടെ തോന്നിപ്പിച്ച് മരണത്തെ മുമ്പിൽ കണ്ട് പലപ്പോഴും കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ വേണ്ടെന്ന് വിചാരിച്ച് മാറ്റിവെച്ച പദ്ധതിയായി മരണത്തെ വരെ കണ്ടിരിക്കുന്ന ചിലരോട് ഇന്ന് രാത്രി ദൈവത്തിന് പറയാനുള്ളത്, ജീവിക്കാൻ ആഗ്രഹിക്കുക, അതല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി കൊതിച്ച് പ്രാർത്ഥിക്കുന്നവനെ തുണയ്ക്കുന്നൊരു ദൈവമുണ്ട് ഈ വേദപുസ്തകത്തിൽ. ഈ രാത്രിയിലെ ഈ യോഗത്തിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം, സ്തോത്രം, ആരെങ്കിലും ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടും നടക്കാത്തത്, എങ്ങനെ ജീവിക്കാൻ മാന്യമായി ദൈവത്തിന് വേണ്ടി ദൈവം ആഗ്രഹിച്ചതുപോലെ ജീവിക്കാൻ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, അവരോട് ഇന്ന് രാത്രി പറയാം, നിങ്ങളെ ഏറ്റവും അധികം സഹായിക്കുന്നത് ഇവിടുത്തെ ഒരു ആതുര സേവന സംഘടന ആയിരിക്കില്ല. ഞങ്ങളെ പോലത്തെ ഏതെങ്കിലും ഒരു ആത്മീക പ്രസ്ഥാനമോ ശുശ്രൂഷകരൊന്നും ആയിരിക്കുകയല്ല. ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനെ ഏറ്റവും സഹായിക്കുന്നത് ദൈവമായിരിക്കും. അത് അനുഭവിച്ചിട്ടുള്ള എത്ര പേരുണ്ടെന്നറിയില്ല. സ്തോത്രം, ഹല്ലേലൂയ. മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവനെ ഏറ്റവും സഹായിക്കുന്നത് സാത്താനായിരിക്കും. ഒരു 4 പ്രാവശ്യം പറഞ്ഞു നോക്കും, മിക്കവാറും പുള്ളി വീട്ടിൽ വരും. സ്തോത്രം, അതിനുള്ള എല്ലാ ക്രമീകരണം ചെയ്തു തരും, അതിനുള്ള സൗകര്യം ചെയ്തു തരും. പക്ഷെ ഇന്ന് രാത്രി ജീവിക്കാൻ ആഗ്രഹിച്ചു നോക്ക്. സ്തോത്രം, കർത്താവേ, ദൈവത്തിന് വേണ്ടി ജീവിക്കണം, ബാക്കിയുള്ള കാലം മാന്യമായി ജീവിക്കണം. അടുത്ത കാലത്താണ് ഈ സത്യമൊക്കെ അറിയാൻ തുടങ്ങിയത്. സ്തോത്രം, അറിഞ്ഞ സത്യത്തിൽ നിന്നുകൊണ്ട് ബാക്കിയുള്ള കാലം സാക്ഷ്യത്തോടെ ജീവിക്കണം. സ്തോത്രം, പാപത്തിൽ ജീവിക്കണ്ട, എന്നെ തകർക്കുന്ന ഒന്നും വേണ്ട. സ്തോത്രം, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു നോക്കിയാൽ ആഗ്രഹിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം ദിവസങ്ങൾക്കുള്ളിൽ നീ വിളിക്കാതെ സ്വർഗസ്ഥനായ ദൈവം പണ്ട് ഷണ്ണന്റെ അടുക്കലേക്ക് ഫിലിപ്പോസിനെ അയച്ചതുപോലെ നീ വിചാരിക്കാത്ത ആരെയോ നിന്റെ അടുക്കലേക്ക് അയക്കാൻ ദൈവം വിശ്വസ്തനാണ്. ആ ദൈവത്തെ പ്രസംഗിക്കാനാണ് ഇവിടെ ഈ കൂട്ടായ്മ പന്തല് കെട്ടിയത്. ആ ദൈവത്തെ പ്രസംഗിക്കാനാണ് ഈ പാട്ടുകാരെ വിളിച്ചു വരുത്തിയത്. ആ ദൈവത്തെ ഒന്നിച്ചുയർത്താനാണ് വിവിധ സഭകളിൽ നിന്ന് കർത്തൃദാസന്മാർ ഒന്നിച്ചു കൂടിയത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഇവിടെ വന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയാനാണ്. അത് വിശ്വസിക്കുന്നവരും അനുഭവിക്കുന്നവരും കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. 6 വാക്യങ്ങളിൽ ഈ സങ്കീർത്തനത്തിനകത്ത്, സ്തോത്രം, ഈ സങ്കീർത്തന രചയിതാവ് പ്രാർത്ഥിക്കുന്നുണ്ട്, അദ്ദേഹത്തെ ജീവിപ്പിക്കണമെന്ന്. വെറുതെ ജീവിപ്പിക്കണം എന്നല്ല. വല്ലവരുടെയും കയ്യിരിക്കുന്ന കാശ് നമുക്ക് കിട്ടണം, ആരുടെയെങ്കിലും കയ്യിലുള്ള കാശ് കൊണ്ട് എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കണം, സ്തോത്രം, അല്ലെങ്കിൽ ഏതെങ്കിലും ചുമ്മാ കിട്ടുന്ന ആൾക്കാരുടെ കയ്യിലുണ്ടെങ്കിൽ അപേക്ഷ എഴുതി കൊടുത്ത് ആരെങ്കിലും ഇറക്കും, അങ്ങനെയല്ല. സ്തോത്രം, അങ്ങനെയൊന്നും ആഗ്രഹിക്കരുത്. അത്യാവശ്യ ഘട്ടത്തിലൊക്കെ പക്ഷേ വേദപുസ്തകത്തിൽ നല്ല വഴിയുണ്ടല്ലോ. ആ വഴി ഇന്ന് രാത്രി ഞങ്ങൾ പറഞ്ഞു തരാം. അത് വിശ്വസിച്ചാൽ അങ്ങനെ ജീവിപ്പിക്കുന്നൊരു ദൈവമുണ്ടെന്ന്. ഇതിനകത്ത് എത്രയോ പേരുണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ 1 മുഴം കയറിലോ റെയിൽവേ ട്രാക്കിലോ 1 കുപ്പി വിഷത്തിലോ തീരാനിരുന്ന കാലത്ത്, സ്തോത്രം, ഹല്ലേലൂയ, ജീവിക്കാൻ സമ്മതിക്കാത്ത പണ്ട് പൗലോസ്, സ്തോത്രം, കടലിൽ കപ്പല് തകർന്ന് പലകെ പിടിച്ച് നീന്തി കയറി വന്നപ്പോൾ മെലീത്ത ദ്വീപിൽ വെച്ച് കയ്യിൽ പാമ്പ് കടിച്ച് അന്ന് മെലീത്തക്കാർ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതിദേവി ഇവന് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ചില ശക്തികൾ ജീവിക്കാൻ പ്രശ്നങ്ങളെ നീന്തി കയറി ഒരുമാതിരി കര പറ്റിയാലും ജീവിക്കാൻ സമ്മതിക്കാതെ ചുറ്റിപ്പറ്റി വ്യാപരിക്കുന്ന ദുഷ്ടാത്മ ശക്തികളുടെ നടുവിൽ കടിച്ചു തൂങ്ങുന്ന വിഷയങ്ങളെ കുടഞ്ഞു കളഞ്ഞിട്ട് അവരുടെ നടുവിൽ സാക്ഷിയാകാൻ ജീവൻ ജീവിപ്പിക്കുന്ന ഒരു ദൈവത്തെ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിൽ ഞാൻ ഉയർത്തുമ്പോൾ എത്ര ദൈവമക്കളും കർത്തൃദാസന്മാരും നമ്മളെ സഹായിച്ച ദൈവത്തെ അനർത്ഥങ്ങളിൽ അപകടങ്ങളിൽ നീ വഴിയോരത്ത് തീർന്നെന്ന് പറഞ്ഞപ്പോൾ, ഈ നടുറോട്ടിൽ അവസാനിച്ചെന്ന് പറഞ്ഞപ്പോൾ സ്വർഗം നിന്നെ ജീവിപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി ചിലരെ കൂടി ജീവിപ്പിക്കുന്ന കർത്താവിന്റെ കരം അത് വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് ചിലരെ പതുക്കെ തട്ടി ഉണർത്തിക്കൊണ്ട് വരികയാ.
ജീവിതം മടുത്ത ചിലർ ഒരുപക്ഷെ ഇന്ന് രാത്രി ഈ മനോഹരമായ വെളിച്ചത്ത് കാണില്ല, എവിടെയോ ഇരുട്ടത്തുണ്ടെന്നറിയാം. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു സന്ദേശം ഒരു കൺവെൻഷൻ വേദിയിൽ പറയാൻ സ്വർഗം എൻ്റെ കയ്യിൽ തന്നുവിടില്ല. ഈ രാത്രി യേശു രക്ഷകനാന്ന് പറയാൻ എനിക്കറിയാം, യേശു ന്യായാധിപനാന്ന് പറയാൻ എനിക്കറിയാം, യേശു വീണ്ടെടുപ്പുകാരനാന്ന് പറയാൻ എനിക്കറിയാം, യേശു സഹയാത്രികനാന്ന് പറയാൻ എനിക്കറിയാം. എന്നാൽ ഇന്ന് രാത്രി കലയപുരത്തോട് പറയാൻ സ്വർഗം എന്നെ ഏൽപ്പിച്ചത് ജീവിക്കാൻ ഒരൽപ്പം തുടിപ്പെങ്കിലും നിന്റെ അകത്തുണ്ടെങ്കിൽ, യേശുവെ നുറക്കെ വിളിക്കാമെങ്കിൽ, പലരെ ആശ്രയിച്ചിട്ട് നടക്കാതെ പോയത് സാധ്യമാക്കി തരാൻ മനസ്സുള്ള ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ 6ഓളം വാക്യങ്ങൾ, അത് പറഞ്ഞു നിൽക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. കല്യാണ പ്രസംഗത്തിനുള്ളതുണ്ടത് 6ഓളം വാക്യങ്ങൾ. സ്തോത്രം. ഞാൻ വാക്യങ്ങൾ വേണമെങ്കിൽ റെഫറൻസ് തരാം. നിങ്ങളത്ര എനിക്കൊന്നും പിടിച്ചു വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവനല്ല. ഏതെങ്കിലും സമയത്ത് പ്രയോജനപ്പെടണമെങ്കിൽ പേന തുറന്നായിരിക്കുന്നെങ്കിൽ പെട്ടെന്ന് എഴുതിക്കോ, അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്ന ആളെ വീട്ടിൽ ചെന്നിട്ട് ഒന്നുകൂടെ തപ്പിയെടുത്താൽ മതി. സ്തോത്രം. 6 വാക്യത്തിനകത്ത് ദൈവത്തോട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, എന്നെ ചുമ്മാ ജീവിപ്പിക്കുക. അങ്ങേരെ അപ്പുറത്തെ ചേട്ടൻ ജീവിക്കുന്നത് പോലെ ജീവിക്കണം എന്നല്ല, വേദപുസ്തകത്തിൽ ജീവിക്കാൻ വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ച 6 വാക്യങ്ങൾ 119 സങ്കീർത്തനത്തിന് 25 വാക്യത്തിലുണ്ട്. അവിടെ പറയുന്നു, ദൈവമേ എന്നെ തിരുവചനപ്രകാരം ജീവിപ്പിക്കണം. 119:37 ദൈവമേ നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണം. 119:40 ദൈവമേ നിന്റെ നീതിയിൽ എന്നെ ജീവിപ്പിക്കണം. 119:88 നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണം. 119:107 നിന്റെ വാഗ്ദത്തപ്രകാരം എന്നെ ജീവിപ്പിക്കണം. 119:149 നിന്റെ ന്യായപ്രകാരം എന്നെ ജീവിപ്പിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. കല്യാണ വേദിയിലേക്ക് ഒരു ആശംസ പറയാൻ കിട്ടിയാലും പിള്ളേരോട് പറയണം ഈ 6 കാര്യം. മക്കളെ എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കരുത്, ദൈവത്തിൻ്റെ ന്യായത്തിലേ ജീവിക്കാവൂ. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഓരോ വാക്കിനകത്തും ജീവിക്കാൻ തുടിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയാണ് 119 സങ്കീർത്തനം. ഞാൻ 119 സങ്കീർത്തനത്തിന് വിടാം, എന്നിട്ട് ആ വാക്യത്തിലൂടെ ഇന്ന് രാത്രിയിലെ പ്രസക്തമായ വിഷയത്തിലേക്ക് കടക്കാം. സ്തോത്രം. വായിച്ച 132 വാക്യത്തിനകത്ത് ഈ സങ്കീർത്തന രചയിതാവെന്ന പ്രാർത്ഥനാ മനുഷ്യൻ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, തിരുനാമത്തെ സ്നേഹിക്കുന്നവരോട് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ അവരോട് കാണിക്കുന്നത് പോലെ. അപ്പം ആ വാക്ക് മാത്രം ഞാൻ പതുക്കെ ഒന്ന് നാടൻ ഭാഷയിലേക്ക് കൊണ്ടുവരാം. സ്തോത്രം. ഈ മനുഷ്യൻ ജീവിതം കൊണ്ട് മനസ്സിലാക്കി, എല്ലാവരോടും ഈ ദൈവം ഒരുപോലല്ല ഇടപെടുന്നത്. അതിന്ന് രാത്രി നമ്മൾ അറിയണം. എല്ലാവരെയും സൃഷ്ടിച്ചത് ദൈവമാണ്. സ്തോത്രം. ദൈവമാണ് എല്ലാവർക്കും ഓക്സിജൻ തരുന്നത്, വെള്ളം തരുന്നത്, ഇതൊക്കെ ദൈവമാണ് തരുന്നത്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ദൈവത്തിൻ്റെ ഡീലിംഗ് എല്ലാവരോടും ഒരുപോലല്ല. രാത്രി ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും വീണ്ടെടുക്കപ്പെട്ടവരും രക്ഷിക്കപ്പെട്ടവരും അന്യഭാഷ പറയുന്നവരൊക്കെ ആണെങ്കിലും ഓർത്തോളം, ഒരു സഭയെ കൂടുന്നവരും ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവരും ഒരു വീട്ടിൽ പാർക്കുന്നവരൊക്കെ ആണെങ്കിലും ഒരു ഉപദേശത്തിൽ നിൽക്കുന്നവരാണെങ്കിലും സൂക്ഷിച്ച് നിങ്ങൾ ഈ കാര്യത്തെ പരിശോധിച്ചാൽ ഓരോരുത്തരോടുമുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകൾ വ്യത്യസ്ത രീതിയിലാണ്. സ്തോത്രം, ഹല്ലേലൂയ. വ്യത്യസ്ത രീതിയിലാണ്. അതിന് കാരണം ദൈവത്തിന് മുഖപക്ഷമുള്ളത് കൊണ്ടല്ല. പിന്നെ എങ്ങനെയാ? നമ്മൾ എങ്ങനാണോ അങ്ങനെയാണ് ദൈവം നമ്മളോട്. സ്തോത്രം. അതിലെത്രയോ വാക്യങ്ങൾ വേദപുസ്തകത്തിൽ കാണിച്ചു തരാം. 18 സങ്കീർത്തനത്തിന്റെ 25-26 വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് സുപരിചിതമാണ്. വായിക്കേണ്ട. വാക്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ദയാലുവോട് ദൈവം ദയാലുവാണ്, നിർമ്മലനോട് ദൈവം നിർമ്മലനാണ്. സ്തോത്രം. വക്രനോട് ദൈവം വക്രത കാണിക്കുന്നു. സ്തോത്രം. അപ്പൊ ആ വാക്യം ധാരാളം മതി, അധികം വ്യാഖ്യാനമില്ലാതെ. ഒരുത്തൻ സ്തോത്രം നിർമ്മലനായി ജീവിച്ചാൽ, പരമാർത്ഥിയായി ജീവിച്ചാൽ, നിഷ്കളങ്കനായി ജീവിച്ചാൽ ദൈവം നിനക്കതുപോലായിരിക്കും. സ്തോത്രം. വക്രത കാണിച്ചാൽ അവനോട് ദൈവം വക്രത കാണിക്കും. എങ്ങനെയാണോ നമ്മൾ നമ്മുടെ ജീവിതം സെറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണോ നമ്മൾ നമ്മളെ ശീലിപ്പിച്ചിരിക്കുന്നത്, അതുപോലെയാ ദൈവം ഇടപെടുകയുള്ളൂ. സ്തോത്രം. എങ്ങനെയെങ്കിലും ജീവിച്ചിട്ട് ദൈവം നല്ലവനാന്ന് ഭിത്തിയിൽ എഴുതി വെച്ചത് കൊണ്ടോ ദൈവം നല്ലവനാന്ന് പാടിയത് കൊണ്ടോ നമുക്ക് നന്മ അനുഭവിക്കാൻ പറ്റില്ല. ശ്രദ്ധിച്ചു കേട്ടോളണം, നമ്മൾ എങ്ങനാണോ അങ്ങനെയേ ദൈവം ഇടപെടുകയുള്ളൂ.
സ്തോത്രം, ഹല്ലേലൂയ. ദൈവം ഇടപെടുള്ളൂ. അതിൻ്റെ വിശദീകരണം ബൈബിളിൽ ഒരുപാട് ഭാഗത്ത് കാണാൻ കഴിയുന്നുണ്ട്, ഒത്തിരി ഭാഗത്ത്. സ്തോത്രം. പ്രത്യേകിച്ച് ഹോശയ പ്രവചനം, ആ പ്രവചനത്തിനകത്തൊരു 3-4-5 ആവർത്തി ദൈവം പറയുന്ന ചില വാക്കുകളുണ്ട്. 1-2 വായിച്ചു കേൾപ്പിക്കും, പെട്ടെന്ന് വായിച്ചു കേൾപ്പിക്കും. ഹോശയ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ സ്തോത്രം വായിച്ചു കേൾപ്പിക്കും. ഈ സന്ദേശം ഒന്ന് തെളിഞ്ഞു വരാൻ വേണ്ടി ഹോശയ പ്രവചനം സ്തോത്രം 5-ാമത്തെ അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ എന്താ എഴുതിയിരിക്കുന്ന നോക്കിയിട്ട്. 5-11-12. എഫ്രൈമിന് മാനുഷകൽപ്പന അനുസരിച്ച് നടപ്പാൻ ഇഷ്ടം തോന്നിയത് കൊണ്ട് അവൻ പീഡിതനും വ്യവഹാരത്തിൽ തോറ്റവനുമായിരിക്കുന്നു. അടുത്ത വാക്ക്, അതുകൊണ്ട് ഞാൻ എഫ്രൈമിന് പുഴുവും യഹൂദാഗ്രഹത്തിന് ദ്രവത്വവുമായി. ദൈവം പറയുകയാണ്, എഫ്രൈം യഹൂദാഗ്രഹം എന്നൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. പ്രമാണം കൊടുത്ത് ദൈവം വീണ്ടെടുത്ത്, ദൈവം നടത്തി, ദൈവം മന്ന കൊടുത്ത്, ദൈവം വഴി തുറന്നു കൊടുത്ത്, ദൈവം മേഘത്തിൻ്റെ തണലിൽ കൊണ്ടു നടന്ന ദൈവത്തിൻ്റെ പൊന്നുമക്കളാണ്. സ്തോത്ര, ഹല്ലേലൂയ. അവരോട് ഒരിക്കലും ഹോശയ പ്രവചനത്തിൻ്റെ പശ്ചാത്തലം സ്തോത്രം, അത് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും തിന്മയുടെ പിന്മാറ്റത്തിൻ്റെ കാലഘട്ടമാണ്. ആ കാലഘട്ടങ്ങളിൽ ദൈവം അവരെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. സ്തോത്രം, ഞാൻ അവർക്ക് എന്തായിരിക്കും എന്ന് എഴുതിയിരിക്കുന്നത്. അവിടെ വായിച്ച വാക്യം ഇങ്ങനെയാണ്, 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് ഞാൻ എഫ്രൈമിന് പുഴുവായിരിക്കും, യഹൂദാഗ്രഹത്തിന് ദ്രവത്വമായിരിക്കും. എന്താ കാരണം? സ്തോത്രം, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെക്കാൾ ഇവർക്ക് മാനുഷിക കൽപ്പനയാണ് ഇഷ്ടം. മനുഷ്യന്റെ പ്രമാണങ്ങൾ, വേദപുസ്തകത്തെക്കാൾ, ദൈവിക പദ്ധതിയേക്കാൾ മാനുഷിക കാര്യങ്ങളാണ് അവർക്ക് ഇഷ്ടം. അങ്ങനെ മാനുഷിക കാര്യങ്ങളിൽ അവർ തൽപരരായതുകൊണ്ട്, നടപ്പാൻ ഇഷ്ടം തോന്നിയത് കൊണ്ട് അവൻ വ്യവഹാരത്തിൽ തോറ്റവനായി, പീഡിതനായി. അതുകൊണ്ട് എന്തായി തീർന്നു? പീഡിതനും തോറ്റവനും ആയതുകൊണ്ട് തീർന്നില്ല. അങ്ങനെ അങ്ങ് തീർന്നായിരുന്നെങ്കിൽ അങ്ങ് തീർന്നേനെ. പക്ഷെ അങ്ങനെയല്ല. സ്തോത്രം, മനുഷ്യന്റെ ഇഷ്ടത്തിന് ബോധിച്ചതുപോലെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവത്തെ മറക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവത്തെ ഉപേക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവത്തിന്റെ പ്രമാണത്തെക്കാൾ മനുഷ്യന്റെ ചട്ടക്കൂടുകൾക്ക് അവന്റെ ഇഷ്ടത്തിനും താൻ തൽപരനായി തീർന്നപ്പോൾ സ്വർഗസ്ഥനായ ദൈവം തീരുമാനിച്ചു, നാളെ മുതൽ ഞാൻ അവന് പുഴുവായിരിക്കും. പുഴുവായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? സ്തോത്രം, യോനയുടെ തലയ്ക്ക് തണലായി മുളച്ചു വന്ന ആവണക്കിനെ സ്തോത്രം ഇല്ലാതാക്കാൻ ദൈവം തമ്പുരാൻ സ്തോത്രം വലിയ ഇടി വെട്ടിച്ചില്ല, JCB കൊണ്ടുവന്ന് പറച്ചില്ല, ആനയെ കൊണ്ടുവന്ന് പിഴുതെടുത്തില്ല, ഒരു ചെറിയ പുഴുവിനെ കയറ്റിവിട്ടു. ഇന്ന് രാത്രികാലം എന്തിനാണ് ഈ സന്ദേശം ഇവിടെ പറയുന്നതെന്നറിയോ? ഈ രാത്രി യോഗം തീരുമ്പോഴേക്കും നിനക്ക്, നിന്റെ കുടുംബത്തിനും, നിന്റെ പിള്ളേർക്കും ദൈവം ആരായിരിക്കണമെന്നൊരു ചിന്ത ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവമക്കൾക്കുണ്ടായാൽ, അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായാൽ, 2025 തീരുമ്പോഴേക്കും ഈ ലോകത്തിലെ മുഴുവൻ ശക്തികൾ നിനക്കെതിരെ ഏതൊക്കെ വിധത്തിൽ പെരുമാറിയാലും, ഏതൊക്കെ രീതിയിൽ ഇടപെട്ടാലും, എന്റെ ദൈവം നിനക്ക് സഹായമായി നിന്നാൽ, സ്വർഗം നിനക്ക് കൈത്താങ്ങലായി നിന്നാൽ, ദൈവം നിനക്ക് പുഴു ആകാതിരുന്നാൽ, ബാക്കി ഇവിടത്തെ ആരൊക്കെ പുഴു പോലെ നമ്മുടെ യോബിനെ ഓർക്കുന്നുണ്ടല്ലോ, ശരീരം മുഴുവൻ അരിച്ചു പിറക്കി കടിച്ചു തൂങ്ങിയാലും സ്വർഗസ്ഥനായ ദൈവം കരുണാമയനായി കൂടെ നിന്നാൽ, ഇന്ന് നിന്റെ ജീവിതത്തിൽ കയറി വരുന്ന സകല പുഴുക്കുത്തുകളും അതിന്റെ കെടുതികളെയും ഇല്ലാതാക്കിയിട്ട് നയമാന പുറത്തു കൊണ്ടുവന്നവൻ, ഇയ്യോബിനെ പുറത്തു കൊണ്ടുവന്നവൻ വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി ഇന്ന് രാത്രി ദൈവം നിനക്ക് ആരാകണമെന്ന് ഇവിടെ നിന്ന് നിശ്ചയിച്ചിട്ട് പോയാൽ, 19-ാം തീയതി രാത്രി തീരുമാനിക്കേണ്ടത്, സ്തോത്രം, നിന്റെ കുഞ്ഞിനെ ആര് വിവാഹം കഴിക്കണം, നിന്റെ മകൻ അവിടെ ജോലി ചെയ്യണം. സ്തോത്രം, ഇതിനേക്കാൾ, ആ തീരുമാനത്തെക്കാൾ, ആഗ്രഹത്തെക്കാൾ മുമ്പ് കാര്യങ്ങൾ ശുഭമാകണമെങ്കിൽ നിന്റെ ദൈവം നിനക്ക് ആരായിരിക്കണം, അതിനുള്ള വഴി ഇന്ന് രാത്രി തുറക്കണം. ചില വാക്യങ്ങളിലൂടെ നമ്മൾ അവസാന സമയമാകുമ്പോഴേക്ക് അത് എത്തുമെന്ന് എൻ്റെ വിചാരം. ദൈവം പുഴുവായിരിക്കും. ഇസ്രായേലിന്റെ ദൈവം ആരായിരുന്നു? അത്യുന്നതനായിരുന്നു, സർവശക്തനായിരുന്നു, പരിശുദ്ധനായിരുന്നു. നെഹമ്യാവിന്റെ ഭാഷ പറഞ്ഞാൽ ഭയങ്കരനായിരുന്നു. സ്തോത്രം, ഭയങ്കരനായിരുന്നു. അവർക്ക് കർത്താവ് വേറെ പ്രവാചകന്മാരിൽ കൂടെ അരുളി ചെയ്തു, സ്തോത്രം, നിന്നെ തൊടുന്നവൻ എൻ്റെ കണ്ണിൻ്റെ കൺമണിയാണ് തൊടുന്നത്. അത്രയ്ക്ക് ശക്തനായിരുന്നു ദൈവം.
സ്തോത്രം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഏതൊരായുധം ആരുണ്ടാക്കിയാലും അത് ഒന്നും ഫലിക്കാതെ വണ്ണം ഇവർക്ക് പരിചയമായിരുന്നു. ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ എത്ര കുതിച്ചുയർന്ന് കട്ടിപിടിച്ച് നിന്നാലും ഈ ദൈവം അവർക്ക് സൂര്യനായിരുന്നു. സൂര്യനായിരുന്ന, പരിചയായിരുന്ന, കോട്ടയായിരുന്ന, മതിലായിരുന്ന, അത്യുന്നതനായിരുന്ന, സർവശക്തനായിരുന്ന, പ്രതിഫലമായിരുന്ന ഈ മഹാദൈവം, യുദ്ധവീരനായിരുന്ന, സൈന്യങ്ങളുടെ യഹോവയായിരുന്ന ഈ ദൈവം ഇപ്പോൾ ഇവരോട് പറയുന്നു, നാളെ മുതൽ ഈ പറഞ്ഞതൊന്നുമല്ല ഞാൻ, നാളെ മുതൽ നിനക്ക് ഞാൻ പുഴുവായിരിക്കും. അങ്ങനെ ഒരവസ്ഥയിലേക്ക് വന്നാൽ പിന്നെ മരുന്ന് ഏക്കിയല്ല, പിന്നെ പ്രാർത്ഥന ഏക്കിയല്ല, സ്തോത്രം ഹല്ലേലൂയ, പിന്നെ ഉപവാസം ഏക്കിയല്ല, പിന്നെ ആരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് വെള്ളം കൊണ്ടുപോയാലും എത്ര കുപ്പി വെള്ളം പ്രാർത്ഥിച്ച് കുടിച്ചാലും ഒന്നും ഏക്കിയല്ല. അതുകൊണ്ട് ഇന്ന് രാത്രികാലം പലവിധ കാര്യങ്ങൾ ആത്മീകമായി ചെയ്തിട്ടും ജീവിതത്തിനകത്ത് തകർച്ച മാറാത്ത ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ, സ്തോത്രം, പിശാചിനെയും ദുഷ്ടാത്മശക്തിയെയും മാത്രം കണ്ണ് വെച്ച് കുറ്റം പറയാതെ ഇന്ന് രാത്രി ലോകത്തിലെ സകല ദുരാത്മശക്തികളും കൊട്ടാരക്കരയിൽ നിന്റെ വീടിന്റെ മുറ്റത്ത് വന്ന്, സ്തോത്രം, നിനക്കെതിരെ പന്തല് കെട്ടി പോരാടിയാലും നിന്റെ ദൈവം നീതി സൂര്യനെ പോലെ, നിന്റെ ദൈവം ഒരു യോദ്ധാവിനെ പോലെ, ഒരു വീരനെ പോലെ നിനക്ക് കാവലായിരുന്നാൽ നിനക്കെതിരെ കയറി വരുന്ന ഒരു വിഷയത്തെ പേടിക്കാനില്ല. മറിച്ച് ഞാൻ തിരിച്ചു പറയാം, നിന്റെ കുടുംബയോഗക്കാരും വീട്ടുകാരും നിന്റെ രാഷ്ട്രീയക്കാരും മുഴുവൻ നിനക്ക് തുണ നിന്നിട്ടു സ്വർഗത്തിലെ ദൈവം പുഴുവായി മാറിയാൽ, കേൾക്കുന്നുണ്ടല്ലോ, പുഴുവായി മാറിയാൽ ആരൊക്കെ കാവൽ നിന്നാലും നീ ഉണങ്ങിപ്പോകുന്നത് ആരും അറിയുക പോലുമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, ഞാൻ നിനക്ക് പുഴുവാകാൻ വേണ്ടി ഒരാഗ്രഹമില്ല, എനിക്ക് ആഗ്രഹം, ഞാൻ പുറകെ വായിക്കാൻ പറയാം. ഒന്ന് പുഴു, രണ്ടാമത്തത് എഴുതിയിരിക്കുന്നത് യഹൂദാഗ്രഹത്തിന് ദ്രവത്വം മലയാളത്തിൽ വന്നത്. ഒറിജിനൽ ഭാഷാന്തരത്തിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ആ വാക്ക് ഇങ്ങനെയായിരിക്കും, തുരുമ്പ്. തുരുമ്പ് കേട്ടിട്ടുണ്ടല്ലോ, സ്തോത്രം. ഇരുമ്പായുധങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ച് സൂക്ഷിക്കാതെ ഈ മഞ്ഞുകാലത്ത് പുറത്ത് കിടന്നാൽ എത്ര വിലയുള്ളതാണെങ്കിലും എത്ര മൂർച്ചയുള്ളതാണെങ്കിലും അതിൽ തുരുമ്പ് കയറും. ഒറ്റ ദിവസം കൊണ്ടൊന്നും തീരുകയല്ല. പെട്ടെന്ന് വണ്ടി ഇടിച്ച് മേത്തെ കൂടെ കയറി ഇറങ്ങി പോകുമ്പോഴല്ല. ദൈവത്തിൻ്റെ പദ്ധതി അല്ലാതെ ദൈവം ഓടി വന്നിട്ട് മുറിച്ച് കളയുകയല്ല. ഇതിനിടയിൽ ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു സന്ദേശം കേട്ടിട്ട് മടങ്ങി വരാൻ മനസ്സ് തോന്നിയാൽ അന്ന് ദൈവം, ഞാൻ അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ കാണിച്ചു തരാം, അന്ന് ദൈവം കാര്യങ്ങൾക്ക് മാറ്റം വരുത്തും. ഈ പ്രവചനത്തിൽ പറയുക, പച്ചിരുമ്പിനകത്ത് തുരുമ്പ് കയറുന്നത് പോലെ നീ എത്ര കൊട്ടാരത്തിൽ പാർത്താലും, നീ എത്ര സുരക്ഷിതമായിരുന്നാലും, നീ ഏത് ജിമ്മിൽ പോയാലും, നീ എവിടെ പോയി എന്തൊക്കെ ചികിത്സയ്ക്ക് വിധേയപ്പെട്ടാലും, നീ എത്ര സുഖചികിത്സ നടത്തിയാലും, നീ ഏതൊക്കെ രാജ്യത്ത് പോയി പാർത്താലും, നീ എന്തൊക്കെ ആഹാരം കഴിച്ചാലും, നീ എത്ര ഡയറ്റ് കീപ്പ് ചെയ്താലും, എൻ്റെ ദൈവം നിനക്ക് തുരുമ്പായി മാറിയാൽ ഈ കാണിക്കുന്നതെല്ലാം പ്രഹസനമായി ഇല്ലാതായി തീരുകയോ. അതിനേക്കാൾ ശ്രേഷ്ഠ ദൈവം നിനക്കൊരു അനുഗ്രഹമായി മാറട്ടെ. എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഇന്ന് രാത്രിക്കാലം, കർത്താവേ, ഒരു കടികെട്ടിയ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്, 4 വാക്ക് കട്ടിയലല്ല പറയുന്നത്. ഇന്ന് രാത്രി നിന്റെ ജീവിതം മാറി വരാൻ, നിന്റെ സാഹചര്യം മാറി വരാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് നിന്റെ പ്രതിയോഗി ആരാന്നല്ല നോക്കേണ്ടത്. നിന്റെ അപ്പുറം താമസിക്കുന്ന വീട്ടുകാരൻ ക്ഷേത്രത്തിൽ പോകുന്നവനാണോ മുസൽമാനാണോ, ഇതൊന്നും നമുക്ക് വിഷയമല്ലെന്ന് ഇന്ന് രാത്രി സ്വർഗം പറയുന്നു. ആരെവിടെ പാർത്താലും നിനക്കെതിരെ എന്ത് ചെയ്താലും ദൈവം നിനക്ക് പുഴുവാകാതിരുന്നാൽ, ദൈവം നിനക്ക് തുരുമ്പാകാതിരുന്നാൽ, നീ ദൈവത്തെ വിശ്വസിച്ചാൽ, നീ കർത്താവിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടാൽ, നീ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയാൽ, നിനക്ക് വിരോധമായി ഏത് പോരാട്ടങ്ങൾ വന്നാലും അതിന്റെ മീതെ മരുഭൂമിയിലെ മേഘസ്തംഭം പോലെ നിന്റെ കാല് വീങ്ങാതെ വസ്ത്രം മുഷിയാതെ കാക്കാൻ ഈ ദൈവം വിശ്വസ്തന. അത് അംഗീകരിക്കുന്ന ദൈവമക്കൾ അറിഞ്ഞ ദൈവത്തിന് സ്തോത്രം ചെയ്യേ. വേറൊരു വാക്യം അവിടെ എഴുതിയിട്ടുണ്ട്, 13-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിലേക്ക് നോക്കിയേ. 13-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾക്കകത്ത് എഴുതിയിരിക്കുന്നത് എന്താ നോക്കിയേ. 13-ന്റെ 7-8. ആകയാൽ ഞാൻ അവർക്ക് ഒരു സിംഹത്തെ പോലെ ഇരിക്കും. അടുത്ത വാക്ക്, വഴിയരികെ വള്ളിപ്പുലി പോലെ ഞാൻ അവർക്കായി പതിയിരിക്കും. അടുത്തത്,
കുട്ടികൾ പോയിപ്പോയ കരടിയെ പോലെ ഞാൻ അവരെ എതിരിട്ട് അവരുടെ ഹൃദയത്തിന്റെ നെയ്വല കീറിക്കളയും. ദൈവമായിട്ടായി പറയുന്നേ. 5-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ആ കലി തീർന്നെന്നാ വിചാരിച്ച, തീർന്നില്ല. 13-ാം അധ്യായത്തിലെത്തിയപ്പോൾ കർത്താവ് കുറച്ചുകൂടെ കട്ടിയായിട്ട് പറയുകയാണ്, ഞാൻ അവർക്ക് സിംഹത്തെ പോലെ ഇരിക്കും. യഹൂദാ ഗോത്രത്തിന്റെ സിംഹം എന്ന് പറയുന്ന അല്ല ഈ വാക്ക്. സ്തോത്രം. വഴിയരികിൽ പതുങ്ങിക്കിടക്കുന്ന വള്ളിപ്പുലി, കുട്ടികൾ കവർന്നു പോയ കരടി. ആ പ്രവാചക ഭാഷ കണ്ടോ? സ്തോത്രം. കുട്ടികൾ കവർന്നു പോയ കരടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വായിച്ചു വിടും, പക്ഷെ ചിന്തിക്കുകയില്ല. മനസ്സിലാക്കണമെങ്കിൽ പ്രസവിച്ച് കിടക്കുന്ന ഒരു കാട്ടുമൃഗം. നമുക്കിപ്പോൾ കാട്ടിൽ പോയി കരടിയോ സിംഹത്തെ ഒന്നും കാണാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ നായി ഉണ്ടല്ലോ, പട്ടി. സ്തോത്രം. അത് പ്രസവിച്ച് കിടക്കുമ്പോൾ അതിൻ്റെ ഒരു കുട്ടിയെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ ആരെങ്കിലും ചാക്കി കെട്ടി എടുത്തുകൊണ്ട് പോകുന്നത് ആ പട്ടി കണ്ടാൽ പിന്നെ അവൻ്റെ ആയുഷ്കാലം മുഴുവൻ അവനെ പോകുന്ന വഴിക്ക് വണ്ടിയിൽ പോയാലും കാറിൽ പോയാലും എൻ്റെ പുറകെ വരും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ 1000 മടങ്ങ് ശക്തിയുള്ള കരടിയുടെ കുട്ടിയെ കവർന്നുകൊണ്ട് പോയവനെ കരടി എങ്ങനെ ആയിരിക്കും നേരിടുന്നേ? ദൈവം പറയുന്നു, ഞാൻ അതുപോലെ നേരിടും, എന്നിട്ട് ഹൃദയത്തിൻ്റെ നെയ്വല കീറിക്കളയും. സ്തോത്രം. ദൈവം എന്താ ഇത്ര കോപിക്കാൻ കാരണം? ഇങ്ങനെയൊക്കെ ആകാൻ കാരണം എന്താ? ആരാ ദൈവത്തെ ഇങ്ങനെ ആക്കിയത്? യിരെമ്യാ പ്രവചനത്തിലേക്ക് വന്നാൽ നമ്മുടെ പ്രസംഗമേ മാറിപ്പോകും. വലിയ ഉപവാസ പ്രാർത്ഥനയുടെ പ്രസംഗമായി പോകും. അതുകൊണ്ട് ഞാൻ ആ വാക്യത്തിൻ്റെ പുറകെ പോകുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്നത്, സ്തോത്രം, ദൈവം അവർക്ക് വഴിപോക്കനെ പോലെ, ഒരു രാത്രി മാത്രം പാർക്കാൻ വന്ന പരദേശിയെ പോലെ ആയിപ്പോയിന്ന്. ഓ സ്തോത്രം. ആരായിരുന്നു ദൈവം? കണ്ണ് നിറയുന്നതിനേക്കാൾ മുമ്പ് കഴുകൻ പറന്നിറങ്ങി. അങ്ങനെ ബൈബിളിൽ ഇടുന്നുണ്ട്, കഴുകൻ തൻ്റെ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിച്ച് കൊണ്ടുവന്നതുപോലെ ഞാൻ നിങ്ങളെ കൊണ്ടുവന്നു. ഒരുത്തനും വിട്ടുകൊടുക്കാതെ കഴുകൻ്റെ ചിറകിനകത്ത് കഴുകൻ്റെ കുഞ്ഞിനെ വെച്ച് പറക്കുന്നത് പോലെ പറന്ന്, അത്രയ്ക്ക് കരുതലായിരുന്നു ദൈവജനവും ദൈവമായിട്ട്. സ്തോത്രം. ഇന്ന് രാത്രികാലം കേരളത്തിലെ ദൈവമക്കളും അകത്തും പുറത്തും ഇരിക്കുന്നവരും മുഴുവൻ കേൾക്കുക. സ്തോത്രം. ദൈവം അതുപോലെ, സ്തോത്രം, ആർക്കും വിട്ടുകൊടുക്കാതെ, ആരുടെ മുമ്പിൽ തലകുനിക്കാൻ സമ്മതിക്കാതെ, ആരുടെ മുമ്പിൽ അഴിഞ്ഞു പോകാൻ ഇടയാകാതെ അതുപോലെ കരുതിയവനാണ് ദൈവം തന്റെ ജനത്തെ. സ്തോത്രം. ഇന്ന് രാത്രികാലം തിരിച്ചറിയണം, ആരാ ദൈവത്തെ ഇങ്ങനെ ആക്കിയത്? പുഴുവിനെ പോലെ, തുരുമ്പിനെ പോലെ, വഴിയിൽ എരപിടിക്കാൻ കിടക്കുന്ന സിംഹത്തെ പോലെ, സ്തോത്രം, ഒളിച്ചിരിക്കുന്ന വള്ളിപ്പുലിയെ പോലെ, കുട്ടികൾ കവർന്നു പോയ കരടിയെ പോലെ, അങ്ങനെ ഇടപെടത്തക്ക രീതിയിൽ ദൈവത്തിന്റെ നയം മാറ്റിയത്, ദൈവത്തിന്റെ രീതി മാറ്റിയത്, മനുഷ്യനോടുള്ള ദൈവത്തിന്റെ ഇടപാട് അങ്ങനെ അല്ലായിരുന്നു. ആ നിലവാരത്തിൽ ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം ഈ പന്തലിന് കീഴെ ആരോടോ വിളിച്ചു പറയുന്നു, ഇന്ന് രാത്രി ഇതിന് പരിഹാരമുണ്ട്. ഈ രാത്രികാലം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നാൽ, ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ, സർവശക്തനായ ദൈവം ഇന്ന് നിന്റെ കുടുംബത്തോടുള്ള നയം മാറ്റും. അവൻ നിനക്ക് അനുഗ്രഹമാകും. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ഡീലിങ്ങിനൊരു മാറ്റം വരണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? കർത്താവേ സ്തോത്രം. ഇതിനകത്ത് ഇന്ന് രാത്രികാലം ലജ്ജിക്കണ്ട. ഞാൻ 3-ാം തലമുറക്കാരൻ 4-ാം തലമുറക്കാരൻ ഒന്നും പറയണ്ട. എൻ്റെ കർത്താവെ, കുറച്ച് നാളായിട്ട് ഞാൻ കരഞ്ഞിട്ട് കേൾക്കുന്നില്ല, ഞാൻ അലറി വിളിച്ചിട്ട് കേൾക്കുന്നില്ല. പണ്ടങ്ങനെ അല്ലായിരുന്നു. എൻ്റെ ഹൃദയം ഉള്ളിൽ തകരുമ്പോൾ ഞാൻ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ ദൈവം ഇറങ്ങി വന്നത് എനിക്കറിയാം. രാത്രിയുടെ യാമങ്ങളിൽ കരഞ്ഞ് നേരം വെളുക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ നിങ്ങളെ വിട്ടേക്ക് എൻ്റെ അനുഭവം പറയാം. ഇന്ന് രാത്രി ദൂതിൻ്റെ മുമ്പിൽ ഞാൻ സമർപ്പിതനാകാം. നിലവിളിച്ച്
കണ്ണ് തിരുമി അടഞ്ഞ് ഒന്ന് മയങ്ങി എഴുന്നേൽക്കുന്നതിനേക്കാൾ മുമ്പ് എന്തിനു വേണ്ടി കരഞ്ഞോ ആ വിഷയത്തിന്റെ മേൽ സർവശക്തനായ ദൈവം ഇറങ്ങി വന്ന ദിവസങ്ങൾ ഇന്ന് രാത്രി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ ദിവസങ്ങളിൽ നിന്ന് ഇന്ന് രാത്രി ദൈവം നയം മാറ്റിയിരിക്കുന്നെങ്കിൽ ചിലരോട് പറയുന്നു, സ്വർഗം ഇന്ന് രാത്രി സ്വത്ര ഇടപെടുന്ന വചനത്തിന്റെ മുമ്പിൽ ചില വിഷയങ്ങൾ ഉരുകി പോണമെന്ന്. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ കരം അനുകൂലമാകാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വഴി അടഞ്ഞു നിൽക്കുന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്വർഗം പറയുന്നു, നിനക്കിനി മുന്നോട്ട് പോകണമെങ്കിൽ ആരെയൊക്കെ കാണണമെന്നല്ല ആഗ്രഹിക്കേണ്ട ദൈവമേ, ഇന്ന് രാത്രി എൻ്റെ കുടുംബത്തോടുള്ള ഇടപെടലിനൊരു മാറ്റം വരണം. ദൈവമായ കർത്താവേ, നെഹമ്യാവിനെ പോലെ, ദാനിയേലിനെ പോലെ, പ്രവാചകന്മാരെ പോലെ, പിതാക്കന്മാരെ പോലെ ഈ പന്തലിന് കീഴെ ഒന്ന് മനസ്സ് തുറക്കാൻ ഏതെങ്കിലും അമ്മമാർക്ക് കഴിയുമെങ്കിൽ, അപ്പന്മാർക്ക് കഴിയുമെങ്കിൽ, തലമുറകൾ മുഖാന്തരമുണ്ടായ ചില ആളുകളുടെ കടുംപിടുത്ത മുഖാന്തരമുണ്ടായ ചില സ്വന്തം ദൈവത്തിന്റെ ഇടപെടലുകൾക്ക് ഇന്ന് രാത്രി ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ഇടിവ് നിൽക്കാൻ ആളുണ്ടെങ്കിൽ, ഞാൻ അടുത്ത വാക്യം വായിച്ചു കേൾപ്പിക്കാം. ഹോശിയ പ്രവചനം അവസാനിക്കുന്നത് ശാപവാക്ക് കൊണ്ടല്ല. ഇന്ന് രാത്രി മനം തിരിയാൻ ആളുണ്ടെങ്കിൽ, മടങ്ങി വരാൻ ആളുണ്ടെങ്കിൽ, മാനസാന്തരപ്പെടാൻ ആളുണ്ടെങ്കിൽ ദൈവം തന്റെ നയം മാറ്റും. ഹല്ലേലൂയ. 14-ാമത്തെ അധ്യായം. സ്തോത്രം. ഹല്ലേലൂയ. 14-ാമത്തെ അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ. ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. അടുത്തത്, എന്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കുകയാൽ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. അടുത്ത വാക്ക്, ഞാൻ ഇസ്രായേലിന് മഞ്ഞ് പോലെ ഇരിക്കും. കണ്ടോ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെ? ഞാൻ അവർക്ക് പുഴുവായിരിക്കും, ഞാൻ അവർക്ക് തുരുമ്പായിരിക്കും, ഞാൻ അവർക്ക് സിംഹമായിരിക്കും, ഞാൻ അവർക്ക് വള്ളിപ്പുലിയെ പോലായിരിക്കും, കുട്ടികൾ കവർന്നു പോയ കരടിയെ പോലായിരിക്കും. വിട്ടുവീഴ്ച കാണിക്കാതെ ഹൃദയത്തിന്റെ നെയ്വല കീറും, വഴിത്തലക്കൽ അവർ വീഴും, കരുണ കാണിക്കത്തില്ല എന്ന് പറഞ്ഞ ദൈവം ഈ പുസ്തകം പ്രവാചകൻ എഴുതി അടയ്ക്കുമ്പോൾ അറം പറ്റിയ വാക്കുകൊണ്ടല്ല എഴുതി അവസാനിപ്പിക്കുന്നത്. ദൈവം പറയുന്നു, ഞാൻ അവരെ ചികിത്സിച്ച് അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങനെ ഒരു ചികിത്സ വേണമെന്ന് അവരവര് തീരുമാനിക്കുക. ശരീരത്തിൽ അരിമ്പാറയുണ്ടോ, ശരീരത്തിൽ എവിടെയെങ്കിലും കൈതൊടുമ്പോൾ ഒരു മുഴയുണ്ടോ എന്നല്ല. ഈ രാത്രി പിന്മാറ്റത്തെ ചികിത്സിക്കുന്ന ഒരേ ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ഇതുപോലത്തെ യോഗം നടക്കുന്ന സ്ഥലമാണ്. ഇന്ന് രാത്രി അത് നടന്നാൽ നിന്റെ ജീവിതം രക്ഷപ്പെടും, നിന്റെ കുടുംബം രക്ഷപ്പെടും. സ്വർഗം അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2-ാമത്തെ രാത്രി ഇതിനകത്ത് നടകൊള്ളുന്നത്. യേശു ഇന്ന് രാത്രി ആരെയോ ലക്ഷ്യമാക്കിയിട്ടുണ്ട്. അവരെ ന്യായം വിധിച്ചിട്ട് പോകാനല്ല വന്നിരിക്കുന്നത്. സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, ഞാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ കയ്യിലേക്ക് നീ ഒന്ന് അഡ്മിറ്റായി കൊടുത്താൽ എത്ര പേര് വിശ്വസിക്കുന്നു? സ്വർഗം വൻ കാര്യങ്ങൾ ചെയ്യാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ചികിത്സ എന്നൊരു വിഷയം ബൈബിളിലുണ്ട്. 5 തരം ചികിത്സയാണ് ദൈവം ബൈബിളിൽ പറഞ്ഞത്. 5 തരം ചികിത്സ. സ്തോത്രം. അതിലൊന്നാണിത്. ഒരെണ്ണം ഞാൻ പറയാം ഇതിൻ്റെ കൂടെ. ദൈവത്തിൻ്റെ ചികിത്സയുടെ ഒരു രീതിയാണ് ഫസ്റ്റ് എയ്ഡ്. സ്തോത്രം. ഒരു മുറിവുണ്ടായാൽ, ഒരു അപകടം ഉണ്ടായാൽ, പെട്ടെന്നൊരാൾക്ക് കുഴഞ്ഞു വീണ് നെഞ്ചുവേദന ഉണ്ടായാൽ ഒരു ഫസ്റ്റ് എയ്ഡ് ഉണ്ട്. സ്തോത്രം. പക്ഷെ ഫസ്റ്റ് എയ്ഡ് കൊണ്ട് കാര്യം നടന്നെന്ന് വിചാരിക്കരുത്, അവിടെ കൊണ്ട് തീർക്കരുത്. എവിടാ യേശു ഫസ്റ്റ് എയ്ഡ് ചെയ്തെന്ന് പറയാം? നല്ല ശമരിയാക്കാരൻ്റെ ചരിത്രത്തിലാണ്. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടിട്ട് മുറിവേറ്റ് വഴിത്തലക്കിൽ ഇട്ടിട്ട് പോയൊരു മനുഷ്യനെ ലേവ്യൻ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല, പുരോഹിതൻ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ശമരിയാക്കാരൻ വന്നു. ശമരിയാക്കാരൻ വന്നിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന വീഞ്ഞും എണ്ണയും എല്ലാം പകർന്ന് വെച്ച് കെട്ടിയവനെ. അതൊരു ഫസ്റ്റ് എയ്ഡാണ്. പക്ഷെ യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ കിട്ടിയാൽ ഫസ്റ്റ് എയ്ഡ് ചെയ്ത് വിടിയേല. സ്തോത്രം. ഞങ്ങൾ ഉപദേശിമാരുടെ കയ്യിലാണെങ്കിൽ ഇങ്ങനെ ഫസ്റ്റ് എയ്ഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു 5-6 കൊല്ലം ആഴ്ചയിൽ ഒരിക്കൽ വരും, ഫസ്റ്റ് എയ്ഡ് ചെയ്യും. സ്തോത്രം. അങ്ങനെ പോകും. പക്ഷെ യേശു എന്ത് ചെയ്യുന്നറിയാമോ? വീഞ്ഞ് പകർന്ന്, എണ്ണ പകർന്ന് കെട്ടിയിട്ട് കർത്താവ് നേരെ അവനെ വീട്ടിൽ വിട്ടുന്നല്ല,
അവനെ വഴിയമ്പലത്തിൽ കൊണ്ടുപോയി വഴിയമ്പലക്കാരനെ ഏൽപ്പിച്ചു. എന്നിട്ട് അവിടെ പറഞ്ഞത് ഇവൻ ആഹാരം കൊടുക്കണം എന്നല്ല, അവന് രക്ഷ ചെയ്യണം. സ്തോത്രം. ഇവിടെ പറയുന്ന വഴിയമ്പലം ദൈവത്തിൻ്റെ സഭയ്ക്ക് നിഴലാണ്. കർത്താവ് ഒരുവനെ വഴി കടന്ന് മുറിവേറ്റ് കിട്ടിയാൽ കർത്താവ് അവനെ കൊണ്ട് ഏൽപ്പിക്കുന്നത് ഓൾഡ് ഏജ് ഹോമിലല്ല, കർത്താവിനെ കൊണ്ട് ഏൽപ്പിക്കുന്നത് പാലിയേറ്റീവ് കെയറിലല്ല, കർത്താവിനെ വീട്ടിൽ കൊണ്ടാക്കിയല്ല. ആ വ്യാഖ്യാനം ഞാൻ പറഞ്ഞല്ലോ, സ്തോത്രം, ബൈബിൾ വ്യാഖ്യാനിച്ച് പഠിക്കണമെന്ന്. അവിടെ പറയുന്ന വഴിയമ്പലം യേശു തൻ്റെ വാഹനമൃഗത്തിൽ കയറ്റി കൊണ്ടുപോയി ആക്കിയത് തൻ്റെ സഭയാകുന്ന വഴിയമ്പലത്തിലാണ്. ആ വഴിയമ്പലത്തിൽ കൊണ്ടുപോയി എവിടെയെങ്കിലും ആക്കിയിട്ട് പോകുകയല്ല, വഴിയമ്പലക്കാരനെ ഏൽപ്പിച്ചു. വഴിയമ്പലക്കാരൻ ആരാ? ഓരോ പ്രാദേശിക സഭയും വഴിയമ്പലമാണെങ്കിൽ ആ സഭയ്ക്ക് ഒരു വഴിയമ്പലക്കാരനുണ്ട്. കമ്മിറ്റിക്കാരെ അല്ല ഏൽപ്പിക്കുന്നത്. വഴിയമ്പലക്കാരൻ ശുശ്രൂഷകനാണ്. അവനാണ് കണക്ക് പറയേണ്ടത്. അവനെ ഏൽപ്പിക്കുക. എന്തിനാണ്? ഇവൻ മടങ്ങി വരും. മടങ്ങി വരുമ്പോൾ ഇവനെ രക്ഷ ചെയ്ത് തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഞാൻ കൊട്ടാരക്കര ആരെങ്കിലും യോഗം നടക്കുമ്പോൾ ഫസ്റ്റ് എയ്ഡ് ചെയ്ത് പോകുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശാശ്വതമായ ഒരു അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ, നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ, നിങ്ങൾക്ക് പുരുഷത്വം ഉണ്ടാകണമെങ്കിൽ, നിങ്ങൾക്ക് ദൈവത്തിന്റെ തേജസ് വരണമെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിന്റെ മണവാട്ടിയാകണമെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ സഭയ്ക്കകത്ത് വരണം. സഭയ്ക്കകത്ത രക്ഷയുടെ ചികിത്സ. സ്തോത്രം, ഹല്ലേലൂയ. അത് കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് ധൈര്യം ഉണ്ടാകുന്നത്. 5 വിധ ശുശ്രൂഷകന്മാരെ കൊടുത്തിരിക്കുന്നത്, സ്തോത്രം, അവരെ ക്രിസ്തുവിൻ്റെ തികഞ്ഞ പ്രായത്തിലെത്തിക്കാനാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇന്ന് രാത്രികാലം ഞാൻ ആ വാക്ക് ചുരുക്കാം. ഹോശിയ 14 പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ അവരെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കി കഴിയുമ്പോൾ, സ്തോത്രം, എൻ്റെ കോപം അവനെ വിട്ടുമാറി കഴിയാൻ ഞാൻ അവരെ. അടുത്ത വാക്ക്, ഞാൻ ഇസ്രായേലിന് മഞ്ഞുപോലെ ഇരിക്കും. സ്തോത്രം. ഇന്ന് രാത്രിക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കരടിയെപ്പോലെ ഇടപെട്ടുകൊണ്ടിരുന്നവൻ, തുരുമ്പ് പോലെ പതുക്കെ പതുക്കെ ദ്രവിപ്പിച്ചുകൊണ്ടിരുന്നവൻ മടങ്ങി വന്നപ്പോൾ ഇന്ന് രാത്രി പറയുന്നു, ഞാൻ മഞ്ഞ് പോലെ ഇരിക്കും. മഞ്ഞ് പോലെ ആയാലുള്ള ഗുണമാണ് താഴെ എഴുതിയിരിക്കുന്ന 8-9 കൂട്ടം കാര്യങ്ങളുണ്ട്. അവൻ താമര പോലെ. ദൈവം നിനക്ക് മഞ്ഞായാൽ നീ താമര പോലെ പൂക്കൂന്ന്. സ്തോത്രം. എന്തൊക്കെ ചെയ്തിട്ടും, എത്ര പ്രാർത്ഥിച്ചിട്ടും, എത്ര ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട്, എവിടെയൊക്കെ പോയിട്ടും നിലനിൽക്കാത്ത നിലവാരത്തെ നിങ്ങൾ കറങ്ങുന്നെങ്കിൽ ഇന്ന് രാത്രികാലം അവിടെ കെട്ടുണ്ട് പൂട്ടുണ്ടെന്നും പറഞ്ഞ് വെറുതെ നിങ്ങൾ അലയരുത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾക്ക് ദൈവം മഞ്ഞായി മാറിയാൽ നിങ്ങൾ ചെല്ലുന്നിടത്ത് താമര പോലെ പൂക്കാനിടയാകും. ലെബാനോനിലെ വനം പോലെ വേരൂന്നും. സ്തോത്രം. നിന്റെ വാസന കൊണ്ട് ദേശം പരക്കും. നിന്റെ നിഴലിൽ പലരും തണലായി വരും. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ ഈ ഹോശിയ പ്രവൃത്തി പറഞ്ഞ എന്താണെന്നറിയാമോ? നമ്മൾ എങ്ങനാണോ അങ്ങനെ ആയിരിക്കും ദൈവം. സ്തോത്രം. ഒരുപക്ഷെ നിങ്ങൾ ഈ പ്രദേശത്തൊക്കെ എല്ലാ യോഗത്തിലും യേശു സൗഖ്യമാക്കും, യേശു വിടുവിക്കും, ദൈവം നല്ലവനാണ്, അനുഗ്രഹിക്കുന്നൊക്കെ ആയിരിക്കും കേട്ടത്. അത് സത്യമായിരിക്കുമ്പോൾ തന്നെ കുറച്ചുകൂടെ ഇന്ന് രാത്രി ഈ പന്തലിന് കീഴെ ദൈവം പറയുന്നു, നീ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ കൈ കീഴെ ഏൽപ്പിച്ചു കൊടുത്താൽ, സ്തോത്രം, നീ മടങ്ങി വന്നാൽ, മാനസാന്തരപ്പെട്ടാൽ, ഞാൻ നിനക്ക് മഞ്ഞ് പോലിരിക്കും. സ്തോത്രം. ഇന്ന് രാത്രികാലം ആ മഞ്ഞിൻ്റെ കീഴെ വളരുന്നത് എത്ര ആരൊക്കെ എന്തൊക്കെ നോക്കി നിന്നാലും, സ്തോത്രം, നീ അറിയല്ല, മോളിൽ നിന്നൊന്നും വരുന്നില്ല. മഴയാണെങ്കിൽ ആൾക്കാർക്കറിയാം, മഞ്ഞ് വീഴുന്നത് ആരും അറിയുന്നില്ല. പക്ഷെ മഞ്ഞ് നനഞ്ഞു നിൽക്കുന്ന പുൽച്ചെടികളെ കണ്ടാലറിയാം, യൗവനയുക്ത പോലെ നിത്യഹരിതമായി നിൽക്കുക. ഇന്ന് രാത്രികാലം അങ്ങനെ ജീവിക്കാൻ, യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, ദൈവത്തിൻ്റെ കൈ കീഴെ വന്നാൽ ആരൊക്കെ നിന്നെ വെറുത്താലും ഈ ദൈവം നിനക്ക് മഞ്ഞ് പോലിരിക്കും. ദൈവം മഞ്ഞ് പോലായ ജീവിതം മാറും. ഞാൻ ആദ്യം പറഞ്ഞ വാക്യത്തോടൊന്ന് കൂറു പുലർത്തി അവസാന ഭാഗം പറഞ്ഞൊരു 5, 6, 8 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. സ്തോത്രം. നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: ദൈവത്തെ സ്നേഹിക്കുന്നവരോട് ചെയ്യുന്നത് പോലെ. വേദപുസ്തകത്തിലുടനീളം ദൈവത്തെ സ്നേഹിച്ചവരോട് ദൈവം എങ്ങനെയാണ് ചെയ്തത് എന്നത് ഒത്തിരി ഭാഗത്ത് എഴുതിയിട്ടുണ്ട്.
ഒരു വാക്ക് മാത്രം. എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാകുന്നത്. സ്തോത്രം. അവരോട് എങ്ങനെയാണ് ദൈവം ഇടപെടുന്നത് എന്നത് മനസ്സിലാക്കാൻ ഒരു സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചൊരു വാക്ക് പറഞ്ഞ് 4-5 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാന ഭാഗത്തേക്ക് വരാം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം സ്തോത്രം 7-ാമത്തെ അധ്യായം 47-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. സ്തോത്രം. ദൈവത്തെ സ്നേഹിച്ചതിൻ്റെ, യേശുവിനെ സ്നേഹിച്ചതിൻ്റെ ഒരു വാക്ക്. അതൊന്ന് വായിച്ച് അവസാന ഭാഗത്തേക്ക് വന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് 7-ാം അധ്യായം 47-ാം വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? ആകയാൽ ഇവരുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അടുത്ത വാക്ക്, അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. മതി, അത്രയും മതി. യേശു ഒരു സ്ത്രീയെ കുറിച്ച് പറയുക. നമ്മുടെ കുറിവാക്യം ഇതാണ്: ദൈവത്തെ സ്നേഹിക്കുന്നവരോട് ചെയ്യുന്നത് പോലെ. സ്തോത്രം. എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവരോട് ദൈവം ചെയ്യുന്നത്? ലോകത്തിലെല്ലാവരും വെറുത്താലും ദൈവസഭയുടെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്തോത്രം. കർത്താവിനെ സ്വീകരിച്ച വേളയിൽ പലരും വെറുത്തു. പെറ്റ അമ്മ പോലും പറഞ്ഞു, നീ എന്നെ അമ്മയെന്ന് നീ വിളിക്കണ്ട. എന്നിട്ടും അവരിന്ന് രാത്രി പിടിച്ചു നിൽക്കുന്നതിൻ്റെ കാരണം, ദൈവത്തെ സ്നേഹിക്കാൻ ഇറങ്ങിയാൽ ഇവിടെ ആര് വെറുത്താലും ദൈവം പിന്നെ ഒരു പ്രത്യേക രീതിയിൽ അവരോട് ഇടപെടുന്നത്. ഈ ലോകത്തിൽ, സ്വർഗത്തിൽ ചെന്നിട്ടല്ലെന്ന്, ഈ ലോകത്തിൽ. അതിപ്പോൾ അവരുടെ ഇന്നലകളെ ദൈവം നോക്കുന്നില്ല, അവരുടെ സാഹചര്യങ്ങളെ നോക്കുന്നില്ല. ആരവരെ മൈൻഡ് ചെയ്തില്ലെങ്കിലും ദൈവം അവരെ ശ്രദ്ധിക്കും. സ്തോത്രം. അതിനുതകുന്നൊരു ഭാഗമാണ് ലൂക്കോസ് 7-ൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കറിയായിരിക്കും ഇത് പറയുമ്പോൾ. സ്തോത്രം. യേശുക്രിസ്തു സ്തോത്രം വേദപുസ്തകത്തിനകത്ത്, വിശിഷ്യ സുവിശേഷത്തിനകത്ത്, ഐഹിക ജീവിതകാലത്ത് 8-10 വീടുകളിൽ പോയതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. വെറുതെ ഒരു വീട്ടിലും പോയിട്ടില്ല കർത്താവ്. പോയിടത്തെല്ലാം ചില പ്രത്യേക കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചിലയിടത്ത് ക്ഷണിച്ചു പോയി, ചിലയിടത്ത് കർത്താവിൻ്റെ ഇനിഷ്യേറ്റ് ചെയ്ത് തന്നെത്താൻ യേശു പോയി. ക്ഷണിക്കപ്പെട്ടു പോയൊരു വീടാണ് പരീശനായ ശീമോൻ്റെ വീട്ടിൽ. 7-ാം അധ്യായത്തിൽ 36-ാമത്തെ വാക്യം മുതൽ ആ ചരിത്രമാണ് എഴുതിയിരിക്കുന്നത്. അവനോടുകൂടെ പ്രത്യേകിച്ച് ആ വീട്ടിലേക്ക് വിളിച്ചത്, യായിറോസ് എന്ന പ്രമാണി യേശുവിനെ വീട്ടിലേക്ക് വിളിച്ചത് ഭക്ഷണം കഴിക്കാനല്ല. യായിറോസ് എന്ന പ്രമാണി യേശുവിനെ വീട്ടിലേക്ക് വിളിച്ചത് എൻ്റെ കൊച്ചുമകൾ മരിക്കത്തക്ക ദീനം പിടിപെട്ട് കിടന്നപ്പോഴാണ്. ഈ മനുഷ്യൻ്റെ വീട്ടിൽ രോഗികളില്ല, ഈ മനുഷ്യൻ്റെ വീട്ടിൽ കടഭാരമില്ല, ഈ മനുഷ്യൻ്റെ വീട്ടിൽ സമാധാനക്കേടില്ല. പക്ഷെ ഇവനൊരാഗ്രഹം, സ്തോത്രം, യേശുവിനെ വീട്ടിൽ വിളിച്ച് ഒരു നേരത്തെ ആഹാരം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. സ്തോത്രം. ഉദ്ദേശം എന്താണെന്നൊക്കെ പറഞ്ഞ് തെളിയിക്കാൻ നമ്മളിന്ന് രാത്രി സമയമെടുക്കുന്നില്ല. ആള് പരീശനാന്ന് ഓർത്തോളണം. യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്തൊരു കൂട്ടരാ പരീശന്മാർ. പക്ഷെ അതിനിടയിലും എന്തുദ്ദേശമാണെങ്കിലും യേശുവിനെ വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നവരുണ്ടായിരുന്നു. സ്തോത്രം. അവൻ വീട്ടിൽ ഭക്ഷണത്തിന് വേണ്ടി വിളിച്ചു. ഒരു പരീശൻ്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി വിളിക്കുമ്പോൾ ഒരുമാതിരി കാര്യഗൗരവമുള്ള, മുതലുള്ള, ഭക്ഷണം കൊടുക്കാൻ കഴിവുള്ള ഒരു പരീശനാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ തന്നെ ഇന്നത്തെ പോലെ അപ്പനും അമ്മയും മാത്രം താമസിക്കുന്നൊരു വീടോ മക്കളൊക്കെ വെളിയിലോ 1-2 കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കുന്ന വീടല്ല. അന്നത്തെ കാലം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പരീശൻ്റെ വീടെന്ന് പറയുന്നത് അവിടെ ആരൊക്കെ കൊച്ചു യോഗത്തിനുള്ള ആൾ കാണും. പിന്നെ യേശുവിൻ്റെ കൂടെ വന്നിരിക്കും. പ്രത്യേകിച്ച് യേശുവിനെ പോലെ ഒരു VIP പരിവേഷമുള്ള ആളെ വിളിച്ച് വിരുന്ന് കൊടുക്കുമ്പോൾ ചിലരെ കൂടി വിളിച്ചിട്ടുണ്ടാകാം. അങ്ങനെ എല്ലാവരും കൂടി ഒരു കൂട്ടം ആളുകളാണ് അവിടെ. ക്ഷണിച്ചിട്ടാണ് അവരെല്ലാവരും വന്നത്. പക്ഷെ ഇവിടെ വിരുന്നിന് ഒരുക്കപ്പെട്ടിരിക്കുന്ന വിരുന്നുശാലയിൽ ക്ഷണിക്കാതെ, അവിടെ എഴുതിയിരിക്കുന്ന വാക്യതാണ് 37-ാം വാക്യത്തിൽ, ആ പട്ടണത്തിൽ പാപിയായൊരു സ്ത്രീ അവൻ പരീശൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് അവൻ്റെ അടുക്ക വന്നു. അവളെ കുറിച്ചാണ് അവസാനം എഴുതിയിരിക്കുന്നത്, അവൾ വളരെ സ്നേഹിച്ചു. ഞാൻ ഇന്ന് രാത്രികാലം യേശു എങ്ങനെയാണ് യേശുവിനോട് സ്നേഹം അഥവാ ദൈവത്തോട് സ്നേഹമുണ്ടെന്ന് യേശു എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഈ രാത്രി ഞാൻ പറയാം, വരവ് മുതലേ സ്നേഹത്തിൻ്റെ ഡീലിംഗ് ദൈവം പിടിച്ചെടുക്കും. സ്തോത്രം. ആരും ക്ഷണിച്ചില്ല, ക്ഷണക്കത്ത് കൊടുത്തില്ല, വീട്ടിൽ വന്ന് പറഞ്ഞില്ല, ഫോൺ വിളിച്ചില്ല, ലൊക്കേഷൻ മാപ്പ് അയച്ചു കൊടുത്തില്ല. ഇതൊന്നും ഇല്ലെങ്കിലും യേശു ഉണ്ടെന്നറിഞ്ഞപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ടോ ഇതൊന്നും നോക്കിയില്ല. ആരെയും നോക്കാതെ അവൻ ഉണ്ടെന്നറിഞ്ഞു വരുന്നവളാണ് സ്നേഹമുള്ളവൾ. ഇന്ന് രാത്രി നിങ്ങളിവിടെ വന്നത് സ്തോത്രം കർത്താവ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണെങ്കിൽ
നിങ്ങളുടെ പേരിൽ സ്വർഗം എഴുതി വയ്ക്കും, നിനക്ക് ദൈവത്തോട് സ്നേഹമുണ്ട്. സ്തോത്രം. അതിന് യോഗം സംഘടിപ്പിച്ചത് ആരാണ്? ഈ പരീശൻ ആരാണ്? ഇതൊന്നുമല്ല, യേശു ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാ വന്നത്. പരീശന്റെ വീട്ടിൽ ചെന്നാൽ ഒരു നേരത്തെ ആഹാരം തരുമെന്നല്ല, പിന്നെ എന്താ അറിഞ്ഞത്? യേശു ഉണ്ട്. രണ്ടാമത്തെ കാര്യം, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ഞാൻ വേഗത്തിൽ ചുരുക്കം. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? സ്തോത്രം. അവിടെ കൊണ്ടുവന്നു 38 വാക്യം, പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. അറിയാവുന്ന സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഓർത്തെ, അവന്റെ പുറകിൽ കരഞ്ഞുകൊണ്ട് നിന്നു എന്ന് പറയുമ്പോൾ ചുമ്മാ വായിക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു വക്കീൽ കേസ് പഠിക്കുന്ന മനോഭാവത്തോടെ ഈ ഭാഗങ്ങളെ ഒന്ന് ചിന്തിക്കണം. ഇത്രയും ഒരു പരീശന്മാരുടെ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഭക്ഷണം കഴിക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ കഴിക്കുന്ന പോലെ ഒരു ഡൈനിങ് ടേബിളിനകത്ത് 6 ചെയർ ഇട്ട് 6 പേർ ഇരുന്നിട്ട് സ്തോത്രം ഓരോ പ്ലേറ്റിൽ വാരി വെച്ച് കഴിക്കുകയല്ല. അവരുടെ അന്നത്തെ ഭക്ഷണം കഴിക്കുന്ന രീതി ഇതുപോലത്തെ ഒരു ഹോളാണെന്ന് നിങ്ങൾ മനസ്സിൽ കരുത്. ഇതുപോലത്തെ ഒരു ഹോള് സ്തോത്രം. ഇതിൻ്റെ തറയിൽ ഏകദേശം 4 ഇഞ്ച് കനമുള്ള 2.5-3 അടി വീതിയുള്ള ഫോം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന മെത്ത ഇട്ടിരിക്കുക. എല്ലാവരും VIP-കൾ അടക്കം വരുന്നവരെല്ലാം താഴെ ഇരുന്നാണ് കഴിക്കുന്നത്. സ്തോത്രം. ചുറ്റും ഇരുന്നാണ് കഴിക്കുന്നത്. നടുക്ക് ആഹാരം വയ്ക്കും. അവരാഹാരം ആ രീതിയിലാണ് കഴിക്കുന്നത്. സ്തോത്രം. VIP-കളായി ക്ഷണിക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കൊരു പ്രധാന സ്ഥലം കാണും. ഒരുപക്ഷെ ഇവിടെ ആയിരിക്കാം സ്തോത്ര കർത്തൃദാസന്മാർ ഇരിക്കുന്ന, ഇവിടെ ആയിരിക്കാം യേശുക്രിസ്തു ശിഷ്യന്മാർ പരീശനൊക്കെ ഇരിക്കുന്നത്. സ്തോത്രം. ഈ ഡൈനിങ് ഹാളിന്റെ പ്രധാന വാതിൽ ഫ്രണ്ടിലായിരിക്കാം ആ വിരുന്നുശാലയുടെ. അവിടെ നിന്നാണ് ആളുകൾ കയറി വരുന്നത്. യേശു ഇരിക്കുന്നത് ഇവിടെയാണ്. നിങ്ങൾ ആ സ്ത്രീയെ നോക്കണേ. ആ പട്ടണത്തിലെ ഏറ്റവും പാപിനിയാണ്. കണ്ടാൽ എല്ലാവർക്കും അറിയാം, അവിടെ ഐഡന്റിറ്റി അതാണ്. പക്ഷെ അവൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ടും കൽപ്പിച്ച, ഒരു നേരത്തെ ആഹാരത്തിനല്ല, പരീശന്റെ വീട്ടിൽ ഞാനും വന്നെന്ന് പറയാനല്ല, ഇന്ന് രാത്രി എന്തോ കരുതിയാ വന്നിരിക്കുന്നത്. ഈ സന്ദേശത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഈ രാത്രി മടങ്ങിപ്പോകുന്നതിനേക്കാൾ മുമ്പ് സർവശക്തന്റെ കയ്യിൽ നിന്നൊരു സർട്ടിഫിക്കറ്റുമായി മടങ്ങിപ്പോയാൽ ഈ പ്രാവശ്യത്തെ യോഗത്തിന് വരവും മടങ്ങിപ്പോക്കും നിന്റെ ജീവിതത്തിൽ കാലമുള്ള കാലത്തോളം നിന്നെ മറക്കാതിരിപ്പാൻ, സ്വർഗം നിന്നെ തടയാതിരിക്കാൻ ദൈവം എന്തോ നിന്റെ മേൽ കരുതി വെച്ചിട്ടുണ്ട്. അതിന്ന് രാത്രികാലം ചരണമേൽ പകർന്നിട്ടേ ദൈവം പോകത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങളോർത്തെ, അവരാഹാരത്തിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ കർത്തൃദാസന്മാർ ഇരിക്കുന്ന പോലെ ഒരു കസേരയിൽ കാല് താഴേക്കിട്ട് ഇങ്ങനെയല്ല ഇരിക്കുന്നത്. സ്തോത്രം. അവരിയ്ക്കുന്നത് താഴെയാണ്. കാല് പുറകിലേക്ക് മടക്കിയിട്ട് സ്തോത്രം മുമ്പോട്ടാഞ്ഞ് ഇങ്ങനെ ഇരുന്നാണ് ആഹാരം കഴിക്കുന്നത്. 2 കാലുകളും പുറകോട്ട് മടക്കിയിട്ട്. നിങ്ങൾ വായിച്ചോ ഭാഗത്ത്? ഈ സ്ത്രീ വന്നിട്ട് നാണം കുണുങ്ങി ഏറ്റവും പുറകിൽ ആ കിണറിന്റെ അവിടെ വന്ന് നിന്നതുപോലെ നഖം കടിച്ചുകൊണ്ട് നിന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? അവന്റെ കാൽക്കൽ നിന്നു എന്ന് പറയുമ്പോൾ അവിടെ വരണം. ഇവിടെയൊക്കെ ആളുകൾ ഈ വീടിനോട് ബന്ധപ്പെട്ടവർ ഇരിക്കുന്നുണ്ട്. അവരാരാന്ന് നോക്കിയില്ല. അവൾ നേരെ കടന്നു വന്നു. ഇവിടെ ഇരിക്കുന്നവർ വിഷയമല്ല, പരീശൻ വിഷയമല്ല, എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നോന്ന വിഷയമല്ല. എനിക്കിന്ന് രാത്രി എനിക്ക് എന്റെ സൃഷ്ടാവിനെയാണ് കാണേണ്ടത്. ഇന്ന് രാത്രി എനിക്ക് എന്നെ രൂപാന്തരപ്പെടുത്തുന്നവനെയാണ് കാണേണ്ടത്. ഞാൻ അവനെ കാണാനാണ് വന്നത്. അവന്റെ അടുക്കലാണ് എനിക്ക് എത്തേണ്ടത് എന്നൊരു മനോഭാവം ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ ആരെയും പേടിക്കുകയില്ല. ഹല്ലേലൂയ. അവനോട് സ്നേഹം ഉണ്ടെങ്കിൽ ആരെ നോക്കിയല്ല. യേശു ഉണ്ടെന്നറിഞ്ഞാൽ സ്തോത്രം. ഹല്ലേലൂയ. നേരെ വന്ന് അവന്റെ കാൽക്കൽ നിന്നു. സ്തോത്രം. കേൾക്കണേ, കാൽക്കൽ നിന്നു. അവിടെ വരെ വരാനുള്ള ധൈര്യം ഈ സ്ത്രീക്ക് എങ്ങനെ കിട്ടി? ഇവിടുത്തെ ആരുമല്ല, ഈ പട്ടണത്തിലെ പാപിയാന്നാ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാത്രി രക്ഷകൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ചുറ്റുവട്ടം ഇരിക്കുന്നവരോ വിരുന്ന് വാഴി ഒന്നും വിഷയമല്ല. അവന്റെ കാൽക്കലെത്തിയാൽ അവൻ മനസ്സിലാക്കും നിനക്ക് എന്നോട് സ്നേഹമുണ്ട്. ഇന്ന് രാത്രി കാലം യേശുവിനോട് സ്നേഹമുണ്ടോ എന്നൊരു യോഗ വരുമ്പോൾ അറിയാം, ഇരിപ്പ് കണ്ടാൽ അറിയാം. യേശുവിനെ ഉയർത്തുന്നൊരു യോഗം നിന്റെ നാട്ടിലുള്ളപ്പോൾ സഭയും മതമൊന്നും അല്ല വിഷയം. ഈ സർവശക്തനോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ ആരെ പേടിക്കുകയല്ല. ഭയം കൂടാതെ, പേടിക്കാതെ. നിനക്ക് നീ ആരെ നോക്കാനില്ല. നിന്നെ സ്നേഹിക്കാൻ ഒരുവനേ ഉള്ളൂ, അത് യേശു അല്ലാതെ മറ്റാരുമല്ല. അത് തിരിച്ചറിഞ്ഞാൽ ഇന്ന് രാത്രി നീ ആരെയും പേടിക്കരുത്.
ലാസ്റ്റ് ഒരു 2-3 മിനിറ്റ് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ചിലരുടെ ഭീതി മാറിപ്പോട്ടെ. ഇന്ന് രാത്രി ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറിയോ പേടിച്ച് മാറി നിൽക്കുന്ന ചിലര് നാളെ രാത്രി ഇവിടെ വരട്ടെ. അടുത്ത കൊല്ലത്തെ കൺവെൻഷൻ അല്ല, ഇന്ന് രാത്രി സ്വർഗം ചിലത് ഉരുക്കി കളയാന്ന് പറഞ്ഞോണ്ടല്ല തുടങ്ങിയത്. അനാവശ്യമായ ഭീതിയും ഭയവും ഇന്ന് രാത്രി ഉരുക്കി കളയട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ഇനി നിങ്ങളൊക്കെ അവിടെ പുറകിൽ വന്ന് നിന്നു. കണ്ണുനീര് കൊണ്ട് കാല് നനച്ചു തുടങ്ങി എന്നല്ല എഴുതിയിരിക്കുന്നേ. സ്തോത്രം, ഒന്നോടെ ശ്രദ്ധിക്കണം. 2 മിനിറ്റോടെ അസ്വസ്ഥരാകരുത്. കണ്ണുനീര് കൊണ്ട് കാല് നനച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഹല്ലേലൂയ, ചുമ്മാ 2 തുള്ളി കണ്ണീര് വീണെന്നല്ല. കാല് നനയണമെങ്കിൽ എൻ്റെ പൊന്നാൻറ്റിമാരെ എന്തോരം കണ്ണീര് വേണം. സ്തോത്രം, ഒരു പുരുഷൻ 33 വയസ്സുള്ള പുരുഷന്റെ കാല് പുറകിലേക്ക് മടക്കിയിട്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ മൂക്കിൽ നിന്നുള്ള വെള്ളവും കണ്ണിൽ നിന്നുള്ള കണ്ണീരും എല്ലാം കൂടി ഒലിച്ച് അവന്റെ കാൽപാദത്തിൽ വീണിട്ട് ആ കാല് നനയുമ്പോൾ ഇവിടെ ഞാൻ യേശുവിനെയാണ് മഹത്വപ്പെടുന്നത്. കാരണം എന്താ? സ്തോത്രം, ഹല്ലേലൂയ. ഞാനൊരു പാസ്റ്ററാണ്. മിക്കവാറൊക്കെ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ വേണ്ടി യോഗം കഴിഞ്ഞ് പലപ്പോഴും പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ സഭയിൽ നിൽക്കുമ്പോൾ ആളുകൾ വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഈ പുൽപ്പിറ്റ് ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കും. ആളുകൾ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന വേളയിൽ സ്തോത്രം, ഹല്ലേലൂയ, ഇവരുടെ കണ്ണുനീരും ഇവിടെ മൂക്കിൽ നിന്ന് വരുന്ന വെള്ളമല്ല എൻ്റെ കയ്യിലേക്ക് 1-2 തുള്ളി വീഴും. എത്ര ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നാലും പെട്ടെന്ന് എനിക്ക് ബോധം വരും. സ്തോത്രം, ഞാൻ ആരും അറിയാതെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും. എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന കർച്ചീഫ് കൊണ്ട് ആരും അറിയാതെ ഈ പ്രാർത്ഥനക്കിടയിൽ തൂക്കും. പക്ഷെ എൻ്റെ യേശു ഒരു സ്ത്രീയുടെ കണ്ണീരും അവിടെ തലക്കകത്ത് മുഴുവൻ ഭാരത്തിന്റെ വെള്ളവും ഈ കാലയിൽ വീണ് നനഞ്ഞിട്ടും സ്തോത്രം, അവൻ ഇറിറ്റേഷൻ ഉണ്ടായിട്ടും യാതൊരു ഭാരവും ഇല്ലാതെ അവളുടെ കണ്ണീര് മുഴുവൻ വീണോട്ടെ എന്നോർത്ത് അവന്റെ കാല് ചലിക്കാതെ അസ്വസ്ഥനാകാതെ ഇരുന്ന് കൊടുത്തൊരു ദൈവം ഉണ്ടെങ്കിൽ അതിന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്ന യേശു അല്ലാതെ വേറെ ആരുമില്ല. നിന്റെ കണ്ണുനീര് അവനെ അശുദ്ധനാക്കില്ല. സ്തോത്രം, നിന്റെ വേദനയുടെ നൊമ്പരത്തിന്റെ സ്തോത്രം കണ്ണുനീർ തുള്ളികൾ എന്താ സാക്ഷ്യം പറയുന്നത്? ഒരായുസ് മുഴുവൻ ഞാൻ പിച്ച് ചീന്തപ്പെട്ടു, പലരാൾ ചതിക്കപ്പെട്ടു, എന്റെ ജീവിതം പാഴായി, ഞാൻ വിശ്വസിച്ചവരെന്നെ ചതിച്ചു. ഈ രാത്രി ആത്മാവിൽ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. സ്വർഗം ചിലരെ പിടിച്ചെടുക്കട്ടെ. ആ വേദനയുടെ കണ്ണുനീര് ഇനി ആരും അംഗീകരിക്കില്ല. അത് അംഗീകരിക്കാൻ ഒരു പാദപീഠമുണ്ടെങ്കിൽ അത് നസ്രയനായ യേശുവിന്റെ പാദപീഠമല്ലാതെ ഇനി അത് ഏറ്റെടുക്കാൻ ലോകത്തിനിടമില്ല. സകല നൊമ്പരങ്ങളും വേദനകളും ഇന്ന് രാത്രി അവന്റെ മേലല്ലാതെ പിന്നെ എവിടെ വീഴുമെന്ന് പറയാന്നേ. ഇന്ന് രാത്രി നിങ്ങൾ പറ, ഈ വേദന മുഴുവൻ അവന്റെ മേലല്ലാതെ പിന്നെ ആരുടെ മേൽ ചുമത്തു? ഇന്ന് രാത്രി സങ്കടത്തിന്റെ കണ്ണുനീർ, വേദനയുടെ കണ്ണുനീർ, അതിന്ന് രാത്രി അവന്റെ മേൽ വീഴട്ടെ. അവൻ ഇന്ന് രാത്രി നിന്നെ ആള് മാറിയതുപോലെ അയക്കും. ആ സ്തോത്രം, നിന്നെ സ്നേഹിക്കുന്നവരോട് എങ്ങനെ ചെയ്യുന്നത്? ഇന്ന് രാത്രി പോകുന്നതിനേക്കാൾ മുമ്പ് അറിഞ്ഞിട്ടേ പോകാവൂ. ആരെങ്കിലും യേശുവിനെ സ്നേഹിക്കാൻ ഈ 19-ാം തീയതി മുതൽ ഹൃദയംഗമായി തീരുമാനമെടുത്താൽ അവരോട് ദൈവം പറയുന്നു, അവരോട് ഇന്ന് രാത്രി മുതലുള്ള യേശുവിന്റെ ഇടപാട് ഒരു പ്രത്യേക രീതിയിലായിരിക്കും. സമൂഹം നിന്നോട് ഇടപെട്ടതുപോലല്ല, നിന്റെ ഭർത്താവ് നിന്നോട് ഇടപെട്ടതുപോലല്ല, നിന്റെ ചാർച്ചക്കാരും നിന്റെ മുതലാളിയും നിന്നോട് ചെയ്തതുപോലല്ല ഈ ദൈവം നിന്നോട് ചെയ്യുന്നത്. സ്തോത്രം ചെയ്യുന്നു. ലാസ്റ്റ് വാക്ക്, മുടി കൊണ്ട് കാല് തുടച്ചെന്ന ആന്റിമാർക്ക് അമ്മമാർക്കൊക്കെ മുടിയില്ല, നിങ്ങൾ വളരെ പൊന്നുപോലെ സൂക്ഷിക്കുന്നേ. അവളെ കാൽക്കൽ നിൽക്കുമായിരുന്നു എഴുതിയിരിക്കുന്നത്. നിന്നോണ്ട് നിങ്ങളുടെ മുടി കൊണ്ട് ആ കാല് തുടയ്ക്കാൻ പറ്റുമോ? കാല് തുടച്ചിട്ടുണ്ടെങ്കിൽ അവൾ ആ കാൽക്കൽ കിടന്നിട്ടുണ്ട്. ആ കാലെ കിടന്നോണ്ട് തുടച്ചു. യേശുവിന് മനസ്സിലായി ഇവള് കാര്യസാധ്യത്തിന് വന്നവളല്ല. യേശു സർട്ടിഫിക്കറ്റ് എഴുതി. സ്തോത്രം, ഇവള് ഏറ്റവും സ്നേഹിച്ചു. ദൈവത്തിന് മനസ്സിലാകണം നീ അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. സ്തോത്രം, കേൾക്കണേ. ഒറ്റ വാക്കോടെ ബൈബിൾ അടയ്ക്കുക. സ്തോത്രം. അപ്പോഴാണ് ഈ പരീശൻ പെട്ടെന്ന് മനസ്സിൽ പറയുക. മനസ്സിൽ പറഞ്ഞെന്ന് എഴുതിയിരിക്കുന്നത്, ഹൃദയത്തിൽ. എന്താ പറഞ്ഞത്? ഇവൻ പ്രവാചകനുമല്ല. സ്തോത്രം, ഇവനൊരു ഉപദേശിയല്ല. ആയിരുന്നെങ്കിൽ ഈ സ്ത്രീ ആരെന്നും ഇവനെ തൊടുന്നവൻ ആരെന്ന് അവൻ പറയുകയില്ലായിരുന്നോ എന്ന് ഹൃദയത്തിൽ മനസ്സിൽ പറഞ്ഞു. ഞാൻ ആ പരീക്ഷനോട് ചോദിച്ചോളൂ, തൻ്റെ വീടല്ലേ, താനല്ലേ പോത്തിനെയും
ആടിനെ എല്ലാം മേടിച്ച് വിരുന്നുണ്ടാക്കിയത്. തൻ്റെ ആൾക്കാരല്ലേ ഇവിടെ ഇരിക്കുന്നേ? താനെന്താണ് ഇത് മനസ്സിൽ പറയുന്നേ? തനിക്ക് തൻ്റെ ഇടമില്ലേ? ഈ സ്ത്രീയോട് സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ, അങ്ങേരുടെ ഭാര്യ അവിടെ ഉണ്ടെങ്കിൽ, നീ വന്ന് ഇവളെ പിടിച്ച് പുറത്താക്കിക്കേ. ഇവിടെ ആരാ വിളിക്കാതെ വന്നിരിക്കുന്നേ? VIP ആണ്, ക്ഷണിക്കപ്പെട്ട് വന്നിരിക്കുന്ന കർത്താവിൻ്റെ കാലിലേക്ക് തുപ്പലും കണ്ണീരും മുടി കൊടുക്കുക. ഇറങ്ങിപ്പോടി എന്ന് പറയാൻ എനിക്ക് തൻ്റെ ഇടമില്ലേ? പരീശനല്ലേ? എല്ലാത്തിൻ്റെ മാലക്കറി പിടിക്കുന്നവനല്ലേ എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് നിന്നപ്പോൾ ദൈവം എന്നോട്, കർത്താവിനോട് കാര്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? എന്നെ സ്നേഹിച്ച് എൻ്റെ അടുക്കൽ വന്നവനെ കുറിച്ച് പലരും മനസ്സിൽ പലതും പറയും. പക്ഷെ ഞാൻ ഇരിക്കുമ്പോൾ ഒരുത്തനും എൻ്റെ മുമ്പിൽ വെച്ച് പറയാൻ ഞാൻ അനുവദിക്കുകയില്ല. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു നിർത്താം. നിനക്ക് സ്നേഹിക്കാമെങ്കിൽ സ്നേഹിച്ചോ. പലരും നീ സ്നേഹിക്കാൻ ഇറങ്ങുമ്പോൾ മനസ്സിൽ പറയും, സ്തോത്രം, മറ്റു പല കാര്യങ്ങൾ. പക്ഷെ പുറത്ത് പറയണമെങ്കിൽ കർത്താവ് സമ്മതിക്കുകയില്ല. ഇന്ന് രാത്രി നിനക്കെതിരെ ആരെങ്കിലും മനസ്സിൽ പറഞ്ഞാൽ പോലും അത് ഏറ്റെടുക്കാൻ ദൈവം എഴുന്നേക്കും. സ്തോത്രം. അവനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഇത്രയും നാളും നിന്റെ വിഷയത്തിനകത്ത് ഉത്തരവാദിത്തപ്പെടാൻ ആരുമില്ലായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി മുതൽ യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നിനക്കെതിരെ എവിടെയെങ്കിലും കാർമേഘം ഉരുണ്ട് കൂടുന്നത് പോലെ ആരെങ്കിലും നിനക്ക് വിരോധമായി മനസ്സിൽ കണക്ക് കൂട്ടിയാൽ യേശു ഇടപെടൂ. ശിമോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്.